ഹായ്, നമസ്കാരം. ഞാൻ ഷാഹുൽ മലയിൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിടവേളയ്ക്ക് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ കർണൻ സൂര്യപുത്രൻ എഴുതുന്ന മനോഹരമായ കഥയാണ് ഭാര്യ. ഇന്നും നാളെയുമായി 2 പാർട്ടുകളായിട്ടാണ് ഞങ്ങൾ ഈ കഥ ടെലികാസ്റ്റ് ചെയ്യുന്നത്. പതിവ് പോലെ തന്നെ കർണൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ മനോഹരമായൊരു കഥയാണ് ഭാര്യ. തീർച്ചയായിട്ടും മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക. ഭാര്യ. രചന കർണൻ സൂര്യപുത്രൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. കഴിച്ച മദ്യത്തിന് ഇത്തിരി പോലും ഉറക്കം സമ്മാനിക്കാൻ കഴിയാതെ വന്നപ്പോൾ കിഷോർ അസ്വസ്ഥതയോടെ എഴുന്നേറ്റിരുന്നു. ഫോൺ എടുത്ത് നോക്കി. സമയം രാത്രി 2 മണി. കുറ്റബോധവും ദേഷ്യവും കാരണം ഭ്രാന്ത് പിടിക്കുന്നതായി അവൻ അനുഭവപ്പെട്ടു. നാശം ഏത് നേരത്താണോ എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയത്? സ്വയം പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് ജനൽ തുറന്നു. എങ്ങും ഇരുട്ടാണ്. അച്ഛനും അമ്മയും നല്ല ഉറക്കത്തിലായിരിക്കും. അവര് മാത്രമല്ല, 2 പേരൊഴിച്ച് ലോകത്തിലെല്ലാവരും സമാധാനമായി ഉറങ്ങുന്നു. അവൻ മൊബൈലും കൊണ്ട് ബെഡിൽ ചാരിയിരുന്നു. ജിനിയുടെ കുറെ മിസ്ഡ് കോളുകൾ കിടപ്പുണ്ട്. അവൻ തിരിച്ചു വിളിച്ചു. 2ാമത്തെ ബില്ലിനപ്പുറം കോൾ അറ്റൻഡ് ചെയ്തു. സാറ് നല്ല ഉറക്കത്തിലായിരുന്നു അല്ലേ? ജിനിയുടെ പൊട്ടിത്തെറിക്കുന്ന പോലെയുള്ള ചോദ്യം. നിന്നെ എത്ര തവണ വിളിച്ചടാ ഞാൻ? ഫോൺ സൈലന്റിലായിരുന്നു. കിഷോർ പറഞ്ഞു. നീ എവിടെ? എല്ലാ തിണ്ടിത്തരത്തിൽ നിനക്ക് കൂട്ടുന്ന ഒരുത്തരുണ്ടല്ലോ, അവന്റെ വീട്ടിലുണ്ട്. കിഷോർ ഒന്നും മിണ്ടിയില്ല. നിന്നെ വിളിച്ചൊരു സന്തോഷ വർത്താനം പറയാനാ. നിന്റെ ഉദ്ദേശം നടന്നു. നീ ഫെബിന് ഫോൺ കൊടുക്കി ജെനി. എന്തിനാ? ഫെബിൻ വാ തുറക്കില്ല. അതിനുള്ള കൊടുത്തിട്ടുണ്ട് ഞാൻ. നിന്റെ പറച്ചിലേട്ടാ ഞങ്ങളെന്തോ വലിയ തെറ്റിയത് പോലെ ഉണ്ടല്ലോ. ഞങ്ങളുടെ സ്ഥാനത്ത് ആരായാലും അങ്ങനെ പ്രതികരിക്കൂ. കഷ്ടം. ജിനിയുടെ ശബ്ദത്തിൽ പുച്ഛം കലർന്നിരുന്നു. ഇപ്പോഴും ന്യായീകരിക്കുന്നു? ന്യായീകരിച്ചതല്ല, സംഭവിച്ചു പോയി. ഇനി എന്ത് ചെയ്യണം അത് പറ. നീ ഒന്നും ചെയ്യണ്ടടാ. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. നീയൊക്കെ എന്റെ ഫ്രണ്ടായി പോയില്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്തതിന് പ്രായശ്ചിത്തം ഞാൻ ചെയ്തോളാം. ഒരപേക്ഷയുണ്ട്, ഇനി ഒരാളോട് ഇത് ആവർത്തിക്കരുത് പ്ലീസ്. കോള് കട്ടായി. കിഷോറിന് ഉറക്കെ അലറാൻ തോന്നി. അവൻ പെട്ടെന്ന് വസ്ത്രം മാറി പുറത്തേക്ക് ഇറങ്ങി. ബൈക്ക് സ്റ്റാർട്ടാവുന്ന ശബ്ദം കേട്ട് വീട്ടുകാർ ഉണരുമെന്ന് ഭയന്ന് അത് തള്ളിക്കൊണ്ട് കുറേ ദൂരം നടന്നു. പിന്നെ സ്റ്റാർട്ട് ചെയ്ത് അതിവേഗം മുന്നോട്ട് കുതിച്ച്. ഒരു തെറ്റിദ്ധാരണ മൂലം ചെയ്തൊരു പ്രവൃത്തി ഇത്രയും വലിയൊരു തലവേദനയായി മാറുമെന്ന് അവൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. തിരുത്താനാവാത്ത തെറ്റ് തന്നെ. നേവിയിൽ ജോലിക്കാരനായിരുന്ന രാജേന്ദ്രന്റെയും ബാങ്ക് ജീവനക്കാരി കമലയുടെയും ഒറ്റ മകനാണ് കിഷോർ. അച്ഛനും അമ്മയും ചേർന്ന് പട്ടാള ചിട്ടയോടെ വളർത്തിയ മകൻ. കുട്ടിക്കാലത്ത് അവന് ഫ്രണ്ട്സൊന്നും ഇല്ലായിരുന്നു. വീടിന് പുറത്തിറങ്ങി കളിക്കാനോ കൂട്ടുകൂടാനോ സ്വാതന്ത്ര്യമില്ല. അത് സ്നേഹക്കുറവുകൊണ്ടല്ലായിരുന്നു. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുള്ള അവനെ പുറത്തുവിട്ടാൽ വല്ലതും സംഭവിക്കുമോ എന്ന ഭയം. പക്ഷേ കിഷോറിനത് മനസ്സിലായില്ല. കൗമാരം തൊട്ട് അവൻ വീട്ടുകാരെ ധിക്കരിക്കാൻ തുടങ്ങി. അച്ഛൻ വല്ലപ്പോഴും ലീവിന് നാട്ടിലെത്തുന്നത് തന്നെ തല്ലാനും വഴക്ക് പറയാനും മാത്രമാണെന്ന് അവൻ വിശ്വസിച്ചു. അമ്മയുടെ ജോലി തിരക്ക് തന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണെന്നും അവന് തോന്നി. അത്യാവശ്യം നല്ല സാമ്പത്തിക നിലയിലായിരുന്നിട്ടും തന്റെ ആവശ്യങ്ങൾ കാശേരാത്ത് തന്നെ അവർക്ക് വേണ്ടാത്തതുകൊണ്ടാണെന്ന് അവൻ ചിന്തിച്ചു. അങ്ങനെ മാതാപിതാക്കളോടുള്ള വെറുപ്പ് അവന്റെ സ്വഭാവത്തെ മാറ്റി തുടങ്ങി. മകനെ ഈ രാജ്യസേവനത്തിന് അയക്കണമെന്ന രാജേന്ദ്രന്റെ ആഗ്രഹം നിഷേധിച്ചുകൊണ്ട് കിഷോർ ഡിഗ്രി പഠനം പാതിയിൽ ഉപേക്ഷിച്ച് ഓരോ ജോലികൾക്ക് ഇറങ്ങി. ഒന്നിലും ഉറച്ചു നിൽക്കില്ല. ഇടയ്ക്ക് കുറച്ചു കാലം പ്രവാസിയുമായി. അവിടുന്ന് സമ്പാദിച്ച കാശുകൊണ്ട് പലവിധ ലൈറ്റുകൾ വിൽക്കുന്ന ഒരു ഷോപ്പ് ടൗണിൽ തുടങ്ങി. ബിസിനസ് മെച്ചപ്പെടുത്താനുള്ള ശ്രമം നടത്താതെ ലാഭം കിട്ടുമ്പോൾ എവിടെയെങ്കിലും കറങ്ങാൻ പോവുകയായിരുന്നു പതിവ്. കിഷോറിന്റെ കൂട്ടുകാരാണ് ഫെബിനും അവന്റെ കസിനായ ജിനിയും. ലൈറ്റ് ഷോപ്പിന്റെ തൊട്ടടുത്ത് ഒരു കഫേ നടത്തുകയാണ് രണ്ടാളും. പിന്നെയുള്ള കൂട്ടുകാരൻ പ്രണവ് ഒരു ഡ്രൈവറാണ്. ജിനി അത്യാവശ്യം പക്വതയുള്ളവളും പണം സൂക്ഷിച്ച് ചെലവാക്കുന്നവളും ആണെങ്കിലും ബാക്കി 3 പേരും ജീവിതം ആസ്വദിക്കണമെന്ന ഒരൊറ്റ ചിന്ത മാത്രം കൊണ്ടു നടക്കുന്നവരാണ്. കുട്ടിക്കാലത്ത് തനിക്ക് കിട്ടാതിരുന്ന സ്വാതന്ത്ര്യം കിഷോർ ആവോളം നുകർന്നു. മകനെ നിയന്ത്രിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട രാജേന്ദ്രനും വിമലയും ആ ശ്രമം ഉപേക്ഷിച്ചു. വീട്ടിൽ സംസാരം ഇല്ലാതെയായി. കടയടച്ച് ചെല്ലുമ്പോൾ ഭക്ഷണം മേശപ്പുറത്തുണ്ടാവും. അവൻ കഴിച്ച് കിടന്നുറങ്ങും. രാവിലെ അവർ എഴുന്നേൽക്കുന്നതിന് മുമ്പ് അവൻ ഇറങ്ങും. ആഴ്ചയിൽ ഒരു നിശ്ചിത സംഖ്യ വീട്ടിൽ കൊടുക്കും. അതും കയ്യിലല്ല, ഭക്ഷണം കഴിച്ച പ്ലേറ്റിന് താഴെ. എങ്ങോട്ടെങ്കിലും ടൂർ പോകുന്നതിന് മുമ്പ് കിഷോർ ഫോണിൽ അതേക്കുറിച്ച് ഉറക്കെ സംസാരിക്കും. അച്ഛനെയും അമ്മയെ അറിയിക്കലായിരുന്നു ഉദ്ദേശം. ഒരു വീട്ടിൽ അന്യരെ പോലെ. പക്ഷേ അവനെ അതൊന്നും ബാധിച്ചതേയില്ല. ഫെബിൻ മദ്യപിക്കുമെങ്കിലും ആ കാര്യത്തിൽ പ്രണവിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. രാത്രിയിൽ മദ്യമില്ലാതെ ഉറങ്ങാൻ കഴിയാത്ത ആളായിരുന്നു അവൻ. കിഷോർ ഒട്ടും പുറകിലല്ല. ടൂർ പോകുന്നതിന്റെ പ്രധാന ഉദ്ദേശവും മദ്യപാനം തന്നെ. അങ്ങനെ ജീവിത ഉത്സവമാക്കി മുന്നോട്ട് പോകുന്നതിനിടെയാണ് അത് സംഭവിച്ചത്. പ്രണവ് കഫേയിലേക്ക് കയറി വന്ന് ഒത്തിരി സന്തോഷത്തോടെയായിരുന്നു. ജിനി 3 ഗ്ലാസ് എടുത്തേ. അവൻ വിസ്കി ബോട്ടിൽ ടേബിൾ വെച്ച് ഫെബിനെയും കിഷോറിന്റെ അടുത്തിരുന്നു. പിന്നെ ഇന്നിന്റെ അച്ചി വീടല്ലേ? കൗണ്ടിൽ കണക്കുകൾ പരിശോധിക്കായിരുന്ന ജിനി മുഖമുയർത്തി അവനെ നോക്കി. പ്രണവേ, ഫ്രണ്ട്ഷിപ്പ് എല്ലാം ശരി തന്നെയാ. പക്ഷെ ഇവിടുന്ന് വെള്ളടി പറ്റില്ലെന്ന് പലതവണ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എടി, അതിന് ഷോപ്പിന് ഒരു ക്ലോസ്ഡ് ബോർഡ് തൂക്കിയല്ലോ. ഇനി ഇങ്ങോട്ട് ആരും വരില്ല. പിന്നെന്താ, നല്ലൊരു കാര്യത്തിന് മുമ്പ് മുഖം വീർപ്പിക്കാതെ. ഫെബിൻ എഴുന്നേറ്റ് ഗ്ലാസുകൾ കൊണ്ടുവന്നു. 3 ഞാനിപ്പോ ചവിട്ടി പുറത്താക്കും. ജിനി അവർക്കരികിൽ വന്നു.
നീ ഇവിടെ ഇരിക്കടി, ഒരു കാര്യം പറയാനുണ്ട്. പ്രണവയുടെ കൈ പിടിച്ച് അടുത്തിരുത്തി. എടി എനിക്ക് തന്നെ അറിയാം ഞാൻ കുറച്ച് ഓവറാണെന്ന്. കുറച്ചല്ല, ഒരുപാട് ഓവറാ നീ. അവൻ പറയട്ടടി, നീ ഫ്ലോ കളയല്ലേ. കിഷോർ ഇടപെട്ടു. എന്നാ പറ. ജിനി കൈകൾ മാറിൽ കെട്ടി. പ്രണവ് മദ്യം ഗ്ലാസുകളിൽ ഒഴിച്ച് കിഷോറിനും ഫെബിനും നൽകി. മൂന്നുപേരും അത് കുടിച്ച്. ഈ കള്ളും ടൂറൊക്കെയായിട്ട് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ എത്ര കാലം ഇങ്ങനെ കഴിയും? ഒരു മാറ്റം വേണ്ടേ? അവൻ വീണ്ടും വിസ്കി ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. എന്നും വീട്ടിൽ നിന്ന് ഉപദേശാ? അവരെ ഞാൻ കുറ്റം പറയില്ല, നിന്നെയൊക്കെ മടൽ വെട്ടി അടിക്കണം. ജിനി ചിരിച്ചു. നീയൊക്കെ കുടിച്ചു കളഞ്ഞ കാശിന് വല്ല കയ്യും കണക്കും ഉണ്ടോ? ഇവിടുത്തെ ഗവൺമെന്റിന് കൊടുക്കുന്ന കൂടാതെ കർണാടക, ഗോവ തുടങ്ങി എല്ലായിടത്തും പോയി ഇതന്നെയല്ലേ പണി? അതെ, അതുകൊണ്ട് ഞാൻ നന്നാവാൻ തീരുമാനിച്ചു. ഫെബിൻ നിർത്താതെ ചുമച്ചു തുടങ്ങി. എന്തുവാടാ? കിഷോർ അവന്റെ തലയിൽ തട്ടി. ഞാൻ ശരിക്കും ഞെട്ടി. ലോകം അവസാനിക്കാറായി തോന്നുന്നു. എടാ, ഞാൻ സീരിയസ് ആയി പറഞ്ഞ. പ്രണവിന്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. എനിക്കൊരു മാറ്റം വേണം, നല്ലൊരു ലൈഫ് വേണം. ശരി, നല്ല തീരുമാനം. പക്ഷെ ഇപ്പൊ ഇങ്ങനെ തോന്നാനുള്ള കാരണം എന്താ? ജിനി ചോദിച്ചു. അത് എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. എന്താ? മൂന്നുപേരും ഒരുമിച്ച് ചോദിച്ചു. അതെ, കുറെ നാളെ ഇഷ്ടം തോന്നിയിട്ട്, പക്ഷെ അത്രയ്ക്ക് സീരിയസ് ആയിരുന്നില്ല. അതുകൊണ്ട് നിങ്ങളോട് പറയാണ്ടിരുന്നു. ഇപ്പോൾ അവളെ കാണുമ്പോഴൊക്കെ വല്ലാത്തൊരു ഫീല്. അത് പറഞ്ഞറിയിക്കാൻ വയ്യ. എനിക്ക് ആ കുട്ടിയെ വിവാഹം കഴിക്കണം. ആരുടെ ആള്? കിഷോറിന് ആകാംക്ഷ അടക്കാനായില്ല. പേരനക, എൻ്റെ നാട്ടുകാരി തന്നെയാ. ഇവിടെ കോളേജിൽ ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കുക. നിങ്ങളോട് സംസാരിച്ചോടാ? പ്രണവ് നാണത്തോടെ തലകുനിച്ചു. ഇതൊക്കെ എപ്പോ? ഫെബിൻ വാ വിളിച്ചു. ഇന്ന്. കുറെ നാളെ ഞാൻ പുറകെ നടക്കുന്നു. ഒടുവിൽ നിന്ന് ചാൻസ് കിട്ടി. എന്നിട്ട്? ഞാൻ വായി നോക്കി നടക്കുന്നൊക്കെ അനക്ക് അറിയുന്നുണ്ടായിരുന്നു. ഇപ്പൊ പ്രണയൊന്നും മനസ്സിലില്ല. പഠിച്ചൊരു ജോലി വാങ്ങണം, അത് മാത്രമേ ലക്ഷ്യം എന്നാ അവള് പറയുന്നേ. അപ്പൊ തുടക്കത്തിലെ ചീറ്റിയല്ലോ, അതിനാണോ നീ കുപ്പിയുമായി വന്നേക്കുന്നത്? എണീറ്റ്, ഞാൻ ഷോപ്പ് അടിച്ച് വീട്ടിൽ പോട്ടെ. ജിനി എഴുന്നേറ്റു. പോലെ അവസാനം അവളൊരു കാര്യം കൂടി പറഞ്ഞു. അത് പ്രണവേട്ടനോട് ഇഷ്ടക്കേടൊന്നുമില്ലാന്ന്. ജിനി വീണ്ടും ഇരുന്നു. അവൾ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് എനിക്കറിയാം. ഒരേ നാട്ടുകാരല്ലേ, എന്നെ അവൾക്കറിയാം. പക്ഷെ ഇത്ര ഒരു മോഹമായിട്ട് ഞാൻ മുന്നിൽ വരുമെന്ന് അവളൊരിക്കലും പ്രതീക്ഷിച്ചില്ല പോലും. എന്നാലും പറ്റില്ലെന്ന് മുഖത്തടിച്ച പോലെ പറഞ്ഞില്ല. ചെറിയൊരു ഹോപ്പുണ്ട്. മദ്യ ഗ്ലാസുകൾ നിറഞ്ഞൊഴിഞ്ഞുകൊണ്ടിരുന്നു. ശരി, നിന്റെ പ്ലാൻ എന്താ? ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും, വളയുന്നവരെ. പിന്നെ നല്ലൊരു ജോലി കണ്ടെത്തണം. അല്ലെങ്കിൽ അവളുടെ വീട്ടുകാർ സമ്മതിക്കില്ല. വലിയൊരു കുടുംബത്തിലെ അംഗ. അച്ഛനില്ലാത്തതുകൊണ്ട് മാമന കാര്യങ്ങളെല്ലാം നോക്കുന്നു. അയാളൊരു മുരടനാ. പിന്നെ അമ്മ സ്കൂൾ ടീച്ചറാണ്. പാരമ്പര്യവും തറവാട്ടുമായും പൊക്കി പിടിച്ച് നടക്കുന്ന അവരെയൊക്കെ സമ്മതിപ്പിക്കണമെങ്കിൽ ഒരു നല്ല ജോലി അത്യാവശ്യമാണ്. എടാ, ഇതൊക്കെ അവൾക്ക് നിന്നോട് പ്രേമായതിനു ശേഷം ചിന്തിച്ചാൽ പോരെ? ഇരിക്കുന്നതിന് മുമ്പ് കാല് കിട്ടണോ? ഞാൻ അവളെ സ്വന്തമാക്കാൻ വേണ്ടി മെച്ചപ്പെട്ട ജോലിക്ക് ശ്രമിക്കുന്നതെന്ന് അറിഞ്ഞാൽ തന്നെ അവൾക്ക് എന്നോട് ഇഷ്ടം തോന്നും. എന്നാലും ഒരെന്നാലും ഇല്ല, പ്ലീസ് ടാ. ഇന്നുവരൊരു പെണ്ണിനോട് എനിക്ക് ഇങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഇവളെനിക്ക് വേണം. 4 പേരിൽ ഏറ്റവും വാശിക്കാരൻ പ്രണവാണ്. എന്തെങ്കിലും ഒന്ന് മനസ്സിൽ തീരുമാനിച്ചാൽ അത് നടത്തിയേ അടങ്ങും. ഇങ്ങനെ ഒരുത്തിയുടെ പുറകെ നടക്കുന്ന കാര്യം ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. ജിനി മുഖം വീർപ്പിച്ചു. സോറിഡി, നിങ്ങളൊക്കെ കളിയാക്കൊന്ന് മേടിച്ചിട്ടാ. പിന്നെ ഒരു തീരുമാനത്തിലെത്താൻ ഞാൻ പറഞ്ഞിട്ടെന്താ കാര്യം? നീ സീരിയസ് ആണോടാ? കിഷോർ ചോദിച്ചു. അതെ. ആ, എങ്ങനെയും ഇഷ്ടംപോലെ നടക്കട്ടെ. ഞങ്ങൾ എന്താ എനിക്ക് ചെയ്തു തരേണ്ടത്? നിങ്ങളെൻ്റെ കൂടെ നിന്നാ മതി. തീർച്ചയായിട്ടും ഞങ്ങളിടാ. കിഷോർ അവൻ്റെ തോളിലൂടെ കൈയിട്ടു. എന്തായാലും ആദ്യം നല്ല ജോലിക്ക് ശ്രമിക്കുക, ബാക്കി പിന്നെ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കോളേജിന്റെ മുന്നിൽ വെച്ച് അവൻ അനഘയെ കാണിച്ചു കൊടുത്തു. കിഷോർ അവളെ സൂക്ഷിച്ചു നോക്കി. അതിസുന്ദരി എന്നൊന്നും പറയാൻ കഴിയില്ല. ഒരു നാടൻ പെൺകുട്ടി. സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിലെ അംഗമാണെന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണം. അവളുടെ വലിയ കണ്ണുകൾ മുഖത്തിനൊരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട്. പ്രണവിനെ കണ്ടപ്പോൾ ഒരു നേരത്തെ പുഞ്ചിരി സമ്മാനിച്ച് അവൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ഒരു ജീപ്പ് വന്ന് നിൽക്കുന്നു. അവൾ അതിൽ കയറിപ്പോകുന്നവർ കണ്ടു. അതാരാണ്? തമിഴ്നാടൻ പ്രകാശ് രാജിനെ പോലെ ഒരുത്തൻ. രഘു, അവളുടെ മാമനാ. ദിവസം അവളെ കൊണ്ടുവിടുന്നത് തിരിച്ചുകൊണ്ടുവന്നു. അങ്ങേരാ. അത്രയ്ക്കും സ്നേഹമാണോടാ? കോപ്പാണ്. ആ പോലീസ് സ്റ്റേഷൻ പുള്ളി ലോഡ്ജില്ലേ, അത് ഇയാളുടേതാ. രാവിലെ പറമ്പിലെ കാര്യങ്ങളൊക്കെ നോക്കി അവളെയും കൂടി ഇങ്ങോട്ട് വരും, നേരെ ലോഡ്ജിൽ. നാട്ടിൽ ഇങ്ങനൊരു ഹോട്ടലുണ്ട്. അവിടേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം വാങ്ങി ഇവളെയും കൂടി തിരിച്ചു പോകും. ഇവളെ വീട്ടിലിറക്കിയ ഹോട്ടലിലേക്ക്, അവിടെ രാത്രി വരെ. ബസ്സിന് കൊടുക്കുന്ന 5 രൂപ കൺസെഷൻ കാശ് ലാഭിക്കാനാ അനഘയെ കൂടെ കൂട്ടുന്നത്. അതുപോലെ ഇവിടുത്തെ പച്ചക്കറി കടയിൽ നിന്ന് സെക്കൻഡ് ക്വാളിറ്റി സാധനങ്ങളും മീൻ മാർക്കറ്റിൽ നിന്ന് കുറഞ്ഞ കാശിന് കിട്ടുന്ന പഴകിയ മീനും വാങ്ങി ഹോട്ടലിൽ കൊണ്ടുപോകാമല്ലോ. ലക്ഷപ്രഭുവാ. പക്ഷേ ഇതുപോലൊരു എച്ചി ലോകത്തുണ്ടാവില്ല. ആ പെണ്ണിൻ്റെ അച്ഛനോ? എനിക്ക് കണ്ടോർമ്മയൊന്നുമില്ല. അവിടെ അമ്മയുടെയും മാമൻ്റെയും സ്വഭാവ ഗുണം കാരണം ട്രെയിന് തലവെച്ച് മരിച്ചാണെന്ന് എൻ്റെ വീട്ടുകാർ പറയുന്ന കേട്ടു. അന്നു ചെറുതായിരുന്നു പോലും. സ്വന്തം ഭർത്താവിന് സൗകര്യം കൊടുക്കാതെ അയാളെ ആത്മഹത്യ ചെയ്യിപ്പിച്ച പെണ്ണുപിള്ളയുടെ മോളെ തന്നെ വേണോടാ നിനക്ക്? ഫെബിൻ ചോദിക്കുന്ന കേട്ടപ്പോൾ പ്രണവ് അവൻ്റെ നേരെ തിരിഞ്ഞു. ആഹാ, നിന്റെ പപ്പയും മമ്മിയും നല്ല സ്വഭാവക്കാരാണല്ലോ. അവരുടെ മോനായി നീ ഒരു തിണ്ടി. അപ്പം മാതാപിതാക്കളും മക്കളും ഒരുപോലെ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതോടെ ഫെബിൻ വായടച്ച്.
പിന്നെ അങ്ങോട്ട് പ്രണവ് തന്റെ പ്രണയ സാഫല്യത്തിനായിട്ടുള്ള ഓട്ടത്തിൽ മുഴുകി. കുറെ കഷ്ടപ്പെട്ടെങ്കിലും ഒടുവിൽ എറണാകുളത്ത് ഒരു കമ്പനിയിൽ ഡ്രൈവർ ജോലി ലഭിച്ചു. അത്യാവശ്യം നല്ല ശമ്പളമുണ്ട്. രാത്രികളിൽ പാർട്ട് ടൈമായി പല ജോലികൾ അവൻ ചെയ്തു. എങ്ങനെയെങ്കിലും പണമുണ്ടാക്കി വീട് പുതുക്കി പണിയണം. അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ചെറിയ ബിസിനസ് തുടങ്ങണം. എന്നിട്ട് അനഘയെ സ്വന്തമാക്കണമെന്നൊരു ചിന്ത മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ. കൂട്ടുകാരോടൊത്തുള്ള കറക്കമില്ലാതായി. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യും. നിന്റെ കാര്യം കഷ്ടം തന്നെടേ. ഒരു പെണ്ണിന് വേണ്ടി ഇങ്ങനെ ചാവണോ? ഒരിക്കലും അവൻ ഫോൺ ചെയ്തപ്പോൾ കിഷോർ ചോദിച്ചു. അതങ്ങനെ ഏതോ ഒരു പെണ്ണ ലഭിച്ചു. ദൈവം എനിക്കായിട്ട് അയച്ചവളാ. അവളെ നേടിയില്ലെങ്കിൽ നാളെ ചത്തതിന് ശേഷം ദൈവനോട് ചോദിക്കില്ലേ, നീ ഇങ്ങനെ എറണാകുളത്ത് പട്ടിയെ പോലെ പണിയെടുക്കുന്നത് അവളറിയുന്നുണ്ടോ? പിന്നില്ലാതെ. അതെങ്ങനെ? ഇടയ്ക്ക് ഞാൻ വിളിക്കാറുണ്ട്. അതേടാ കിച്ചു, ഇങ്ങോട്ട് വരും മുമ്പ് ഞാൻ അവളെ കണ്ട് ഫോൺ നമ്പർ വാങ്ങി. എന്നിട്ട് ഇപ്പം എന്താ സംസാരിക്കാറ്? അങ്ങനെ ഒലിപ്പിക്കുന്ന ടൈപ്പല്ലടാ അവള്. ഫുഡ് കഴിച്ചോ, ജോലി എങ്ങനെയുണ്ട്, ആരോഗ്യം ശ്രദ്ധിക്കണം എന്നൊക്കെ പറയും. അതുപോലെ അവളുടെ കോളേജിലെയും വീട്ടിലെയും കാര്യങ്ങളും. എന്ന് വെച്ചാൽ വളഞ്ഞു നർത്തം. അതുകൊണ്ടല്ലേടാ ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നത്. അവൾ ഓക്കെയാ? ഏട്ടാ ഭയങ്കര, ഇതൊന്നും ആഘോഷിക്കണല്ലോ. നീ എന്നാ ഇങ്ങോട്ട്? സോറി മോനെ, ഞാൻ വെള്ളടി നിർത്തി. ആനക്കൊക്കെ ഇഷ്ടമല്ല. അയ്യേ, ഇങ്ങനൊരു പെൺകോന്ന. നാളെ അവൾക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഉപേക്ഷിക്കും നീ? അവളത് പറയില്ല, എനിക്ക് ഉറപ്പുണ്ട്. ശരി, നീ വെച്ചോ, അവൾ വിളിക്കുന്നുണ്ട്. അന്നായിരുന്നു അവസാനമായി പ്രണവ് അധിക നേരം സംസാരിച്ച്. പിന്നെ ഫോൺ വിളികൾ വല്ലപ്പോഴുമുള്ള വോയിസ് മെസ്സേജ് മാത്രമായി. മൂന്നാൾക്കും അതിൽ പരിഭവം തോന്നിയെങ്കിലും അങ്ങോട്ട് വിളിക്കില്ലെന്ന വാശിയിൽ അവർ ഉറച്ചു നിന്നു. മാസത്തിൽ 1-2 ദിവസം ലീവിന് പ്രണവ് നാട്ടിൽ വരും. കൂട്ടുകാരെന്ന് മുഖം കാണിച്ച ശേഷം അനഘയെ കാണാൻ പോകും. ഒരു പെണ്ണിനെ കിട്ടിയ ശേഷം അവന് നമ്മളെ വേണ്ടതായി. ഒരു രാത്രി ഫെബിൻ പരാതിപ്പെട്ടു. അവരുടെ കഫേയിലിരിക്കായിരുന്നു മൂവരും. ഇതിപ്പോ 1 വർഷമായില്ലേ അവന് അസുഖം തുടങ്ങിയിട്ടോ? കിഷോർ മുന്നിലിരുന്ന മധ്യ ഗ്ലാസ് എടുത്ത് ചുണ്ടോട് അടുപ്പിച്ചു. പക്ഷെ അതുകൊണ്ട് നഷ്ടമൊന്നുമില്ലല്ലോ. അവന് സ്വന്തമായിട്ടൊരു കാറ് വാങ്ങി വീട് മോടി കൂട്ടി. നീയൊക്കെ കണ്ടുപിടിക്ക്. ജീനി പ്ലേറ്റിൽ നിന്നും ചിപ്സ് വായിലേക്ക് ഇട്ടു. ഒരുത്തൻ നന്നാവുന്ന കാണുമ്പോൾ വല്ലാതെ ക്രിമികടിയാണല്ലോ കിച്ചു. ഒന്ന് പോടി, അതൊന്നല്ല. അവൻ നമ്മൾ അവഗണിക്കുന്ന മാത്രം പ്രശ്നം. അത് പോട്ടെ, നിന്റെ അച്ഛനെ ഇന്നലെ ജയന്തി ഹോസ്പിറ്റലിൽ മുമ്പിൽ കണ്ടല്ലോ, എന്തു പറ്റി? എനിക്കറിയില്ല. നല്ല മോന്. എടി, എന്നോട് പറഞ്ഞാലേ എനിക്കറിയൂ. നീ അതിന് അവരോട് സംസാരിക്കാറുണ്ടോ? ഞാനെന്ത് സംസാരിക്കാനാ? കിച്ചു, പറയുന്നുണ്ടൊന്നും തോന്നരുത്. ഇക്കാര്യത്തിൽ നിന്നെ മാത്രമേ ഞാൻ കുറ്റപ്പെടുത്തൂ. എടാ, മക്കൾ നല്ല നിലയിൽ എത്തണമെന്ന് ഏതൊരു അച്ഛനും അമ്മയും ആഗ്രഹിക്കും. അവരും അതേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അവരെ തോൽപ്പിക്കാൻ വേണ്ടി നീ ഓരോ ചെയ്തു കൂട്ടി. ഇപ്പൊ എന്തായി? എന്താവൻ അന്തസ്സായി ജീവിക്കുന്നില്ലേ? അന്തസ് മണ്ണാങ്കട്ട. ബാങ്കിൽ എത്ര ലക്ഷം കടമുണ്ടെന്ന് എനിക്കറിയാം. കടം 99% മലയാളികൾക്കും ഉണ്ട്. കിഷോർ എഴുന്നേറ്റു. സ്വന്തം കഫേ എന്നൊരു ആഗ്രഹമുള്ളതുകൊണ്ടല്ലേ നിങ്ങൾ രണ്ടു ഇതിനെ ഇറങ്ങി തിരിച്ച്? നിന്റെ കാമുക എതിർത്തപ്പോൾ നീ ആ ബന്ധം വേണ്ടെന്ന് വെച്ചിട്ട് ഇതിന്റെ പുറകെ കൂടി. കാരണം എന്താ? നിന്റെ സ്വപ്നം. ഇപ്പൊ നീ ഹാപ്പിയാണെന്ന് എനിക്കറിയാം. സ്വന്തം ലൈഫ് എങ്ങനെയായിരിക്കണം എന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? എൻ്റെ അച്ഛന് ആർമിക്കാരനാവാനായിരുന്നു ആഗ്രഹം. അത് സാധിച്ചു. എനിക്ക് ആ ജോലി ഇഷ്ടമല്ല. എൻ്റെ തീരുമാനത്തെ റെസ്പെക്ട് ചെയ്യുന്ന അവരുടെ കടമയല്ലേ. മാർവൽ ലൈറ്റ്സ് ഇവിടെ അത്യാവശ്യം ഫേമസ് തന്നെയാണ്. കടത്തിൻ്റെ കാര്യം നമുക്കെല്ലാം അറിയും. ഞാനത് വീട്ടും. എന്നോടൊന്നും ഇന്ത്യ തീരുന്ന പ്രശ്നം ഞാൻ വീട്ടിലുള്ളൂ. പക്ഷേ ചെയ്യില്ല. ഈഗോ. അവരുടെ മോനായി എനിക്കൊന്നും ഉണ്ടാവുമല്ലോ. അവൻ മൊബൈൽ പോക്കറ്റിലിട്ടു. നീനൊന്ന് വീട്ടിലെത്തിക്കുക. ഈ കോലത്തിൽ ബൈക്ക് ഓടിക്കാൻ പറ്റില്ല, ചെക്കിങ് ഉണ്ടാവും. ജീനി എഴുന്നേറ്റ് ഫെബിനെ നോക്കി. നീയോടാ? ഞാനിന്നിവിടെ കൂടും. വീട്ടിലാരുമില്ലല്ലോ. പപ്പയും മമ്മിയും മമ്മിയുടെ വീട്ടിൽ പോയേക്കുവാ. കഫേയുടെ പുറകിൽ ചെറിയൊരു മുറിയുണ്ട്. മദ്യപിച്ച് ഓവറാകുന്ന സന്ദർഭങ്ങളിൽ അവരവിടെയാണ് ഉറങ്ങാറ്. ഇവിടെ കൂടുന്ന കൊള്ളാം. ബാക്കിയുള്ള അടിച്ചു തീർത്ത് വാൾ വെച്ചാലേ നിന്റെ അവസാന. ഹെൽമെറ്റും ചാവിയെടുത്ത് ജിനി പുറത്തേക്ക് ഇറങ്ങി. പിന്നാലെ കിഷോറും. അവൾ കഫേ ലോക്ക് ചെയ്ത് സ്കൂട്ടറിൽ കയറി. നിനക്ക് പെണ്ണും പെടക്കുഴിയൊന്നും വേണ്ട ഈച്ചു? ഏറെക്കുറെ വിജനമായ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കവേ അവൾ ചോദിച്ചു. വേണ്ടായി, ഉള്ള മനസ്സമാധാനം കളയാനാണോ? എൻ്റെ കാര്യം വിട്. നിനക്ക് കിട്ടിയതിനും കുട്ടികളൊന്നും വേണ്ടേ? ആഗ്രഹമൊക്കെയുണ്ട്, പക്ഷെ പറ്റിയൊരു തന്നെ കിട്ടണ്ടേ. എന്റെ സ്വഭാവത്തിന് കെട്ടുന്ന 3-ാമൊക്കെ ഇട്ടെറിഞ്ഞു പോകും. നോക്കാം, ആരെങ്കിലും വരാതിരിക്കില്ല. വീട്ടിൽ നിന്ന് ഫോഴ്സ് ചെയ്യാറില്ലേ? ഉണ്ടായിരുന്നു. വയസ്സ് ഇത്രയായിട്ട് ഞാൻ കെട്ടിപ്പോവാതിരുന്നത് എനിക്കത് കുഴപ്പമുള്ളതുകൊണ്ടാണെന്ന് നാട്ടുകാർ പറയുന്ന പപ്പ കേട്ടു. അന്ന് മുതൽ മുടിഞ്ഞ ഉപദേശമായിരുന്നു. അവസാനം പപ്പയെ പിടിച്ചിരുത്തി ബ്രേക്കപ്പ് ആയത് മുതൽ എല്ലാം സംസാരിച്ചു. പുള്ളിക്ക് എന്നെ മനസ്സിലായതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇപ്പൊ കല്യാണക്കാരും മിണ്ടാറില്ല. എനിക്ക് എന്ന് തോന്നുന്നു അന്ന് മതിയെന്ന പപ്പ പറയുന്നു. മമ്മിക്ക് ഇച്ചിരി ദേഷ്യമൊക്കെ ഉണ്ട്. എന്നാൽ ഞാൻ അധ്വാനിച്ചാരെ പോറ്റുന്നുണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. ഫോൺ ബെല്ലടിക്കുന്ന കേട്ടപ്പോൾ കിഷോർ എടുത്തു നോക്കി. പ്രണവായിരുന്നു. ഹലോ, പറ സാറേ. കുറച്ചു മുമ്പ് വരെ നിന്നെ കുറിച്ചാ ഞങ്ങൾ സംസാരിച്ച്. അപ്പുറത്തെ ശബ്ദം വ്യക്തമായില്ല. എടി, ഒന്ന് സൈഡായിക്കേ, പ്രണവ് വിളിക്കുന്നുണ്ട്. ജിനി സ്കൂട്ടർ നിർത്തി. കിഷോർ താഴെ ഇറങ്ങി. ഇനി പറയടാ. നീ എവിടെ കിച്ചു? ശാന്തമായിരുന്നു പ്രണവിന്റെ ശബ്ദം. ഞാനിവിടെ ഷോപ്പിൽ നിന്ന് 3 അടിച്ചു. ഇപ്പൊ ജിനിയുടെ കൂടെ വീട്ടിലേക്ക് പോവാ. നീയോ? ഞാൻ എറണാകുളത്ത്. ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നില്ലേ? അപ്പുറത്തെ മൗനം. ഹലോ, പോയോ? കിച്ചു, എന്നോട് ക്ഷമിക്കടാ. എന്താടാ?
ഏയ്, ആർക്കു വേണ്ടിയും ഞാൻ നിങ്ങളിൽ നിന്ന് അകലാൻ പാടില്ലായിരുന്നു. എല്ലാം എന്റെ തെറ്റാ. അതൊക്കെ എനിക്ക് തിരുത്തണം. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ പറയണ പുല്ലേ. കിഷോർ അരിശപ്പെട്ടു. ഞാനോളും പിരിഞ്ഞടാ. അവൾക്ക് എന്നെ വേണ്ട പോലും. ഞാൻ അത്രയ്ക്ക് മോശക്കാരനോടുള്ള കിച്ചു. എന്താണ് ഉണ്ടായത്? ഇപ്പൊ കുറച്ചാളായിട്ട് എന്നും വഴക്കാം. എന്റെ സ്വഭാവം നിനക്കറിയാലോ, പെട്ടെന്ന് ദേഷ്യം വരും. അവൾ എന്റെ സ്വന്തമാണെന്ന സ്വാതന്ത്ര്യത്തിൽ കുറെ ദേഷ്യപ്പെട്ടു. പക്ഷെ പിറ്റേന്ന് രാവിലെ ഞാൻ വിളിച്ച് മാപ്പ് പറയും. അവളെ സ്വന്തമാക്കാനും മരണം വരെ സ്നേഹിച്ച് കഴിയാനില്ലടാ ഞാൻ വീട്ടുകാരെ വിട്ട് ഇവിടെ രാപ്പകൽ കഷ്ടപ്പെടുന്നു. അവളൊന്നും മനസ്സിലാക്കുന്നില്ല. എന്നെ വേണ്ടാന്നാ അവള് പറയുന്നു. പ്രണവ് കരയുന്ന ശബ്ദം അവൻ വ്യക്തമായി കേട്ടു. നീ വിഷമിക്കണ്ട, ഞങ്ങൾ അവളോട് സംസാരിക്കാം. വേണ്ടടാ, എല്ലാം കഴിഞ്ഞു. അറുത്ത് മാറ്റിയതിനെ കൂട്ടി യോജിപ്പിച്ച പഴയ ഉറപ്പുണ്ടാവില്ല. എന്നാ പിന്നെ ആ കേസ് വിട്. എന്നിട്ട് ഇവിടേക്കുള്ള ആദ്യത്തെ ട്രെയിൻ കയറി വാ. ഞങ്ങളുണ്ടാ നിനക്ക്. നിന്നെ വേണ്ടാത്തവളെ നിനക്കും വേണ്ട. കഴിയുന്നില്ല കിച്ചു. അവളെ ഓർക്കുമ്പോ നെഞ്ചു പെടയാണ്. പ്രണവ് പൊട്ടിക്കരഞ്ഞു. എനിക്ക് 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 സഹിക്കാൻ വയ്യാണ്. മരിക്കാൻ തോന്നുന്നു. എടാ പട്ടി, നീ ഒരുമാതിരി ഓഞ്ഞ കാമിന്റെ വേഷം കേട്ടല്ലേ? കൂട്ടുകാരന്റെ കരച്ചിൽ കേട്ടപ്പോൾ അതിയായ സങ്കടം വന്നെങ്കിലും കിഷോർ ദേഷ്യം നടിച്ചു. ഞാൻ എറണാകുളത്തേക്ക് വരണോ? ഏയ് വേണ്ട, ഞാനായിട്ട് തുടങ്ങിയല്ലേ. ആ സാധനം ഞാൻ തന്നെ കാണണം. നീ കുടിച്ചിട്ടുണ്ടോ? മറുപടി ഇല്ല. ശരി, നമ്മൾ രണ്ടാളും കുടിച്ചിട്ടുണ്ട്. കള്ളകത്തുള്ളപ്പോൾ സംസാരിച്ചിട്ട് കാര്യമില്ല. നീ പോയി കിടന്നുറങ്ങ്. നാളെ രാവിലെ ഞാൻ വിളിക്കാം. എടാ, ജിനിയോട് ഫെബിനോടും പറഞ്ഞേക്കണേ, എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണെന്ന്. പറഞ്ഞേക്കടാ. ഉറങ്ങ്, നാളെ കാണാം. അവൻ ഫോൺ പോക്കറ്റിലിട്ട് സ്കൂട്ടറിൽ കയറി. എന്താടാ പ്രശ്നം? ജിനി ചോദിച്ചു. അവന് തേപ്പിട്ടിയെന്ന് തോന്നുന്നു. അയ്യോ, ഉള്ളതാണോ? ആ, വെള്ളം അടിച്ചിട്ട് ചുമ്മാ പറയാനൊന്നും അറിയില്ല. ചിലപ്പോൾ വഴക്കിട്ടുണ്ടാവും. അവനെ നിനക്കറിയില്ല. ചെറിയ കാരണം മതി. എന്നാലും രാവിലെ ഒന്ന് വിളിച്ചു നോക്കാം. അതാ നല്ല. ജിനി പിന്താങ്ങി. പിന്നെ സ്കൂട്ടറിന്റെ വേഗം കൂട്ടി. ഇടതടവിൽ ആ ഫോൺ ബെല്ലടിച്ചപ്പോൾ കിഷോർ പ്രയാസപ്പെട്ട് കണ്ണുകൾ തുറന്നു. തല പൊട്ടുന്ന വേദന. എഴുന്നേറ്റ് ബോട്ടിലെ വെള്ളം പാതിയോളം കുടിച്ചു. പിന്നെ മൊബൈൽ എടുത്തു. ഫെബിനായിരുന്നു. ക്ലോക്കിൽ നോക്കി. സമയം പുലർച്ചെ 3 മണി. നിനക്ക് ഉറക്കമൊന്നുമില്ലടാ. 1:30 മണിക്ക് എവിടെ കിടന്നു? എന്താ അർജന്റ്? നിന്റെ ആരെങ്കിലും ചത്തോ? പാതി ബോധത്തിൽ കിഷോർ ചോദിച്ചു. കിച്ചു, പ്രണവ് പോയടാ. അങ്ങേ തലക്കൽ ഫെബിന്റെ നിലവിളി. എന്താ? കിഷോർ ഞെട്ടി. അതേടാ, ഇപ്പഴാണ് കോൾ വന്ന് അവന്റെ റൂമിലെ ഫാനിൽ തൂങ്ങി ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴേക്കും താനൊരു ദുസ്വപ്നം കാണുകയാണെന്ന് കിഷോറിന് തോന്നി. നമ്മളൊക്കെ പറ്റിച്ച് ആ നാറിപ്പോയടാ. ഒരു വാക്ക് പറയാൻ തോന്നിയില്ലല്ലോ അവന്. ഏതോ ഗുഹക്കുള്ളിൽ എന്ന പോലെ ഫെബിന്റെ ശബ്ദം കിഷോറിന്റെ കാതുകളിലേക്ക് അലയടിച്ച്. തലേന്ന് രാത്രി പ്രണവ് അവസാനമായി പറഞ്ഞവന് ഓർമ്മ വന്നു. എടാ, ജിനിയോട് ഫെബിനോട് പറഞ്ഞേക്കണേ, നിങ്ങളെനിക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന്. അതൊരു യാത്രാമൊഴിയായിരുന്നു. സുഖദുഃഖങ്ങളിൽ പങ്കാളിയായിരുന്നു. തങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്തിരുന്നു. കുസൃതി നിറഞ്ഞ പുഞ്ചിരിയോടെ കയ്യിൽ മദ്യക്കുപ്പിയുമായി കഫേയിലേക്ക് കടന്നു വരുന്ന സ്നേഹിതൻ ഇനിയില്ല. കിച്ചു എന്ന അവന്റെ സ്നേഹത്തോടെയുള്ള വിളി ഇനി കേൾക്കില്ല. തലക്കടിയേറ്റതുപോലെ കിഷോർ എന്ന ആടിയുലഞ്ഞു. പിന്നെ ബോധരഹിതനായി കട്ടിലേക്ക് വീണു. കിച്ചു, മതി, ഇപ്പൊ തന്നെ ഓവറാ. ജിനി മദ്യക്കുപ്പി എടുത്തു മാറ്റി. പിന്നെ ഫെബിനെ ദഹിപ്പിക്കുന്ന പോലെ നോക്കി. എപ്പോ തുടങ്ങിയതാടാ ഇത്? നിനക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ? മുട്ടിഞ്ഞ കൂട്ടിക്കാരൻ ഒരുത്തൻ. അവിടെ ശബ്ദമിളറി. നീ എന്നെ വെക്കിട്ട് കാരണ്ട. ഞാനൊരു തുള്ളി പോലും കുടിച്ചിട്ടില്ല. പ്രണവിന്റെ വീടിന് മുമ്പിൽ നിർത്തിയിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ ഇരിക്കുകയാണ് കിഷോർ. മുറ്റത്തും പറമ്പിലൊക്കെ നിറയെ ആൾക്കാർ. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടിലെത്തിച്ച് കഴിഞ്ഞിരുന്നു. അവന്റെ അമ്മയുടെയും സഹോദരിയുടെയും കരച്ചിലുകൾ മുഴങ്ങി കേൾക്കാം. കിഷോർ ദയനീയമായി അവളെ നോക്കി. മെനിഞ്ഞാന്ന് രാത്രി കുറച്ചധികം നേരം സംസാരിച്ചിരുന്നെങ്കിൽ അവൻ ചിലപ്പോൾ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയാനേ. വെള്ളം അടിച്ചുകൊണ്ട് പിച്ചും പേയും പറയുന്നതാണെന്ന് കരുതി അവഗണിച്ചു. എന്റെ തെറ്റാ. ഞാൻ നല്ലൊരു ഫ്രണ്ടല്ല. ജിനി അവന്റെ ചുമലിൽ അമർത്തി പിടിച്ചു. എടുക്കാറായി. നിനക്ക് അവനൊന്നുകൂടെ കാണണ്ടടാ. പോയിക്കോ, ഞാൻ വന്നേക്കാം. ജിനി വീട്ടിലേക്ക് തിരിച്ചു കടന്നു. ആ ഓട്ടോയുടെ ഡ്രൈവർ സുമേഷ് അവിടെ എത്തി. നിങ്ങൾ പറയുന്നവരെ ഇങ്ങനൊരു കാര്യം ഞങ്ങളാരും അറിഞ്ഞില്ല കേട്ടോ. സുമേഷ് ഡ്രൈവർ സീറ്റിലിരുന്നു. പ്രണവിന് ഈ നാട്ടിൽ കൂട്ടുകാരൊന്നുമില്ല. കണ്ടാൽ എന്തെങ്കിലും സംസാരിക്കും, അത്രമാത്രം. പക്ഷേ ജയന്തി ടീച്ചറുടെ മോളായിട്ട് അവന് ബന്ധമുണ്ടായിരുന്നെന്നും അവൾ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഈ കടുങ്കൈ ചെയ്തെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷെ അവന്റെ നിഴൽ പോലെ കൂടടക്കം നിങ്ങൾ കള്ളം പറയില്ലല്ലോ. സുമേഷ് ചുറ്റും നോക്കി. പിന്നെ ശബ്ദം താഴ്ത്തി. ഞാനൊന്ന് നൈസായിട്ട് അന്വേഷിച്ചു വരിക. ഈ രഘുവേട്ടന്റെ ഭാര്യയുടെ കുടുംബത്തിലൊരു പയ്യനെ കൊണ്ട് അവളെ കെട്ടിക്കാൻ ആലോചന നടക്കുന്നുണ്ട് പോലും. ഇനി ചിലപ്പോ ഇതറിഞ്ഞിട്ടാണോ പ്രണവ്? ആ പയ്യനിപ്പോ രഘുവേട്ട വീട്ടിലേക്ക് പോയിട്ടുണ്ടേ, കുടുംബക്കാരും.
സുമേഷ്, എനിക്കൊന്ന് അവിടെ വരെ പോണം. കിഷോർ പല്ലിയരിച്ചു. അത് വേണോ? രഘുവേട്ടൻ പ്രശ്നക്കാരനാ. ഏതും മാറ്റവനാണെങ്കിലും എനിക്ക് പുല്ല. നിനക്ക് പാറ്റിലേ പറ, ഞാൻ വീട് കണ്ടുപിടിച്ചോളാം. കിഷോറിന്റെ ശബ്ദമുയർന്നു. കിച്ചു, ഇപ്പൊ വേണ്ട, അവനെ ഒന്ന് ചിതയിലോട്ട് എടുത്തോട്ടെ. ഫെബിൻ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. ചീത കത്തുന്ന ഇവിടെയാണെങ്കിലും അവൾക്കും പൊള്ളണം. ഒരുത്തനെ കൊന്നിട്ട് അവളെങ്ങനെ സുഖിക്കണ്ട. നീ വരുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച ശേഷം ഫെബിന് ഓട്ടോയിൽ കയറി. പൊടിമണ്ണ് പറത്തിക്കൊണ്ട് ആ ഓട്ടോ മുന്നോട്ട് നീങ്ങി. ഇതിപ്പോ ഓണത്തിന് മുമ്പ് നടത്തിക്കൂടെ? അതാവുമ്പോ ഞങ്ങൾക്കും സൗകര്യ. രഘു തന്റെ ഘനഗംഭീര ശബ്ദത്തിൽ ചോദിച്ചു. പെണ്ണിന് വേണ്ടതൊക്കെ ഞങ്ങൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഡിഗ്രി പൂർത്തിയാക്കണമെന്ന് അവളുടെ ആഗ്രഹം സാധിച്ചു. ഇനി നിങ്ങളാ പറയേണ്ടത്. ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ രഘു. അയാളുടെ മുന്നിലേക്കായിരുന്ന വൃദ്ധം പറഞ്ഞു. ആ കുട്ടി ജോലി ചെയ്ത് സമ്പാദിച്ച് കഴിയേണ്ട കാര്യമൊന്നും എൻ്റെ കുടുംബത്തിനില്ല. പക്ഷെ അവൾക്ക് നിർബന്ധമാണെങ്കിൽ അവൻ്റെ സൂപ്പർ മാർക്കറ്റ് നോക്കി നടത്താലോ. കെട്ട് കഴിഞ്ഞാൽ അത് അവിടെയും കൂടിയല്ലേ. ഞങ്ങളായിട്ട് അടുക്കളയിൽ തളച്ചിട്ടു എന്ന പേര് ദോഷം വേണ്ട. നവനീത് എന്തു പറയുന്നു? രഘു വൃദ്ധന്റെ അടുത്തിരിക്കുന്ന ചെറുപ്പക്കാരനോട് ചോദിച്ചു. അച്ഛൻ്റെ അഭിപ്രായം തന്നെ എനിക്കും. അവൻ പുഞ്ചിരിച്ചു. എന്നാ പിന്നെ അതങ്ങ് ഉറപ്പിക്കാം, അല്ലേ ജയന്തി? രഘു ജയന്തിയെ നോക്കി. അവർ വാതിലടുത്ത് നിൽക്കുകയായിരുന്നു. രഘുവിന്റെ ഭാര്യ തൊട്ടടുത്തുണ്ട്. എല്ലാ ഏട്ടൻ്റെ ഇഷ്ടം. അവർ ചിരിക്കാൻ ശ്രമിച്ചു. എന്നാ പിന്നെ നാളെ തന്നെ ജോത്സ്യനോട് വരാൻ പറയാ. പെട്ടെന്ന് ഒരു ഓട്ടോ മുറ്റത്തേക്ക് പാഞ്ഞു വന്നു. ഇതാരാ? രഘു സ്വയം ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റു. ഓട്ടോയിൽ നിന്ന് ഫെബിനും കിഷോറും സുമേഷും ഇറങ്ങി. നമസ്കാരം. ഞങ്ങൾ അറിയാൻ വഴിയില്ല, ഇവിടെ ഒരു മംഗളകർമ്മം നടക്കുന്നു എന്നറിഞ്ഞു വന്നതാ. കിഷോറും മുണ്ട് മടക്കി കുത്തി. അവളെ ഒന്ന് വിളിച്ചേ. ഏതവള്? ഇതൊക്കെ ആരടാ സുമേഷേ? രഘു കോപത്തോടെ സുമേഷിനെ നോക്കി. തന്റെ അനിയത്തിയുടെ മോളില്ലേ അനഘ, അവളെ വിളിക്കാൻ. ദേ, വീട്ടുമുറ്റത്ത് വന്ന് ഒച്ചയുണ്ടാക്കരുത്. താൻ അവളെ വിളിച്ചില്ലെങ്കിൽ ഞാൻ ബെഡ്റൂമിൽ വരെ കയറും. ദേ, എന്റെ കൺട്രോൾ പോയി നിൽക്കുക. വിളിക്കണോളെ. നിങ്ങളാരാ? എന്താ പ്രശ്നം? നവനീത് മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. നീയാണോടാ അവളെ കെട്ടാൻ പോണവൻ? ആണെങ്കിൽ അവള് കാരണം ഒരുത്തനെ വെള്ളം ഒതുപ്പിച്ച് തെക്കോട്ടെടുക്കാൻ തയ്യാറാക്കി കിടത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കാഷ്ടി 2 കിലോമീറ്റർ ദൂരത്ത്. അനാവശ്യം പറയരുത്. ജയന്തി ചീറി. ഏട്ടാ, പോലീസിനെ വിളിക്ക്. പോലീസിനെയോ പട്ടാളത്തിനെയോ വിളിച്ചോ പെണ്ണും പിള്ളേ? എന്നാലും പറയാനുള്ളോ പറഞ്ഞിട്ടേ കിഷോർ പോകൂ. അവള് വിളിക്ക്. അവള് പറയട്ടെ ഇതൊക്കെ കള്ളമാണെന്ന്. അതെ, പ്ലീസ്, നമുക്ക് സംസാരിക്കാം. ബഹളം ഉണ്ടാക്കരുത്. നവനീത് അനുനയിപ്പിച്ചു. കിഷോർ അവന്റെ നേരെ തിരിഞ്ഞു. നിനക്ക് ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടോ? മദ്യത്തിന്റെ രൂക്ഷഗന്ധം നവനീതിന്റെ മുഖത്തടിച്ചു. ഉണ്ട്. എത്രത്തോളം ഡീപ്പായ സൗഹൃദം അത്? അങ്ങനെ ചോദിച്ചാ സുഹൃത്ത് ബന്ധം അളന്നു നോക്കാൻ പറ്റില്ല, അല്ലേ? ഒറ്റപ്പെട്ട് നിന്ന് എന്നെ താങ്ങി നിർത്തി നിഴൽ വരെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തനെയാ നഷ്ടപ്പെട്ടത്. എന്റെ സ്ഥാനത്ത് നീയാണെങ്കിൽ സഹിക്കോ? ആ മൃതദേഹത്തിന് മുമ്പിൽ ഇരിക്കുമ്പോ അവനെ സ്നേഹിച്ച് വഞ്ചിച്ച പെണ്ണ് വേറൊരുത്തന്റെ ഭാര്യയാവാൻ പോകുന്നെന്ന് കേട്ടാ നീ അടങ്ങിയിരിക്കുവോ? നവനീ തലയിരിച്ച് അച്ഛനെ നോക്കി. എന്ത് ചെയ്യുമെന്ന് ആംഗ്യം കാട്ടി. രഘു, എന്തായാലും ആ കുട്ടിയെ വിളിക്കുക. എന്തിനാ രാഘവേട്ട ഇവന്മാര് വെള്ളമടിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന? രഘു വിളർച്ചയോടെ പറഞ്ഞു. ആയിക്കോട്ടെ, നമ്മുടെ പെങ്കൊച്ചിനെ കുറിച്ചായി ഈ പറയണേ. ഇല്ലാത്ത അണിയന്മാരുടെ കാല് തല്ലി ഓടിക്കാം. പക്ഷേ അവൾ അത് പറയണം. ബഹളം കേട്ട് റോഡിൽ ആളുകൾ കൂടിയത് രഘു കണ്ടു. ശോഭേ, അവള് വിളി. അയാൾ തന്റെ ഭാര്യയോട് പറഞ്ഞു. അവർ അകത്തു പോയി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കരഞ്ഞു കരങ്ങിയ കണ്ണുകളും അഴിഞ്ഞുലഞ്ഞ മുടിയുമായി അനഘ ഉമ്മറത്തേക്ക് ഇറങ്ങി നിന്നു. അവളുടെ ഭാവം കണ്ട് ഫെബിൻ കിഷോറിന്റെ കൈ പിടിച്ചു. കിച്ചു, വേണ്ട, പോ. കിഷോർ അവന്റെ കൈ തട്ടിമാറ്റി ചവിട്ടുപടിയിൽ കയറി നിന്നു. നിനക്കെന്നെ അറിയാമോ? അവൾ മിണ്ടിയില്ല. വായിൽ നാക്കിലടി. നിനക്കെന്നെ അറിയോന്ന്? അവൻ അലറി. കുട്ടി, സംസാരിക്കേ. രാഘവൻ പറഞ്ഞു. അനഘപതിയെ തലയാട്ടി. സന്തോഷം, അത് സമ്മതിച്ചല്ലോ. അപ്പൊ പ്രണവിനെയും അറിയും, അല്ലേ? മറുപടിയില്ല. 1 വർഷത്തോളായിട്ട് നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നില്ലേ? അവൾ ശീല പോലെ നിൽക്കുകയാണ്. നിനക്ക് വേണ്ടിയല്ലേ അവൻ എറണാകുളത്ത് ജോലിക്ക് പോയത്? അവസാനം അവനേക്കാൾ സുന്ദരനും കാശുകാരനായി ഇവനെ കിട്ടിയപ്പോ ആ പാവത്തെ നീ ഉപേക്ഷിച്ചു, അല്ലേ? എന്തെങ്കിലും ഒന്നും മിണ്ടുകൂട്ടി. രാഘവൻ ദേഷ്യപ്പെട്ടു. ചുറ്റുമുള്ളവരേക്ക് നോക്കിയ ശേഷം അനഘ നിലത്തേക്കിരുന്ന് പൊട്ടിക്കരഞ്ഞു തുടങ്ങി. കിഷോർ വിജയഭാഗത്തിൽ മുറ്റത്തിറങ്ങി. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുവാ, ഈ കൊമ്പത്തെ തറവാട്ടിലെ സന്തതിയും എന്റെ കൂട്ടുകാരനും പ്രേമത്തിലായിരുന്നു. ഇവളെ വെറുതെ സ്വന്തമാക്കാൻ പറ്റില്ലല്ലോ. ഇവൾക്ക് പണക്കാരനെയല്ലേ വേണ്ടത്. അതിനുവേണ്ടി എറണാകുളത്ത് രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടു. ഇവൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കള്ളുകുടി നിർത്തി.
ഒരുപാട് സ്വപ്നം കണ്ടു നടന്നു. അവസാനം അവനെ മടുത്തപ്പോ ഇവള് പിന്മാറി. ആ മണ്ടം പോയി തൂങ്ങി. നിങ്ങളുടെ നാട്ടുകാരൻ തന്നെയാ പ്രണവ്. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? അല്ലേ? നിന്നെ ഞങ്ങളെക്കാൾ കൂടുതൽ അവൻ സ്നേഹിച്ചിരുന്നില്ലേടി? അതിന് കൊടുത്ത ശിക്ഷയാണോടി ഇത്? ഈ നിൽക്കുന്നവന്റെ പണവും പ്രതാവും കണ്ട് പ്രേമിച്ചവനെ ഒഴിവാക്കിയ നീ നാളെ ഇവനേക്കാൾ നല്ലൊരുത്തനെ കിട്ടിയാ ഇവനെ കളഞ്ഞിട്ട് പോകേടി. കിഷോർ മുറ്റത്ത് കാറിത്തു. എനിക്കിത് ടൈം പാസ് ആണ്, മടുത്താൽ ഇട്ടിട്ട് പോയെന്നും പറഞ്ഞിട്ടേ നിന്നെപ്പോലുള്ള പെണ്ണുങ്ങൾ റിലേഷൻഷിപ്പ് ആരംഭിക്കാൻ പാടുള്ളൂ. പാവ ആമ്പിള്ളേരെ ചതിക്കാൻ നിൽക്കരുത്. ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷ അവിടെ കത്തി തീരാൻ പോകുന്നു. നീയൊന്നും ഒരു കാലത്തും കോണം പിടിക്കില്ലടി. നെഞ്ചിൽ കൈയമർത്തി ജയന്തി കുഴഞ്ഞു വീഴുന്ന കണ്ടതോടെ അവിടെ നിലവിളികൾ മുഴങ്ങി. റോഡിൽ കൂടിയുന്നവർ അങ്ങോട്ടേക്ക് ഓടിയെത്തി. മതിയട കിച്ചു, നീ വന്നേ. ഫെബിൻ അവനെ പിടിച്ചു വലിച്ച് ഓട്ടോയിൽ കയറ്റി. അടങ്ങാത്ത കോപത്തോടെ കിഷോർ അനഘയെ നോക്കി. അവൾ ചുമലിൽ തലയിടിച്ച് കരയുകയാണ്. സുമേഷ് ഓട്ടോ റോഡിലേക്ക് തിരിച്ച്. അവന്റെ വീട്ടുകാരുടെ അവസ്ഥ ഓർക്കുമ്പോഴാണ്. ഫെബിൻ ആത്മകഥം പോലെ പറഞ്ഞു. 2ാം ദിവസം പ്രണവിന്റെ വീടിന് പുറകിൽ ഇരിക്കുകയായിരുന്നു അവനും കിഷോറും. എന്നാലൊരു പെണ്ണിന് വേണ്ടി ചാവാൻ അവരെങ്ങനെ തോന്നിയടാ കിച്ചു? നമ്മളെക്കുറിച്ച് ഓർത്തില്ലെന്ന് പോട്ടെ, അവന്റെ അച്ഛനും അമ്മയും ചേച്ചിയും അവർക്ക് വേണ്ടി അവന് 2 വട്ടം ചിന്തിച്ചൂടെ? കിഷോർ മറുപടിയൊന്നും പറയാതെ പറമ്പിലേക്ക് നോക്കി. അവിടെ ഒരു കൂന ചാരം മാത്രമായി കിടക്കുകയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരൻ. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. അവിടെ തള്ള സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്നാ സുമേഷ് പറഞ്ഞ്. നന്നായി. നഷ്ടപ്പെടുന്നതിന്റെ വേദന എന്താണെന്ന് അവളും അനുഭവിക്കട്ടെ ഫെബിനെ. പ്രണവിന്റെ ചേച്ചി തന്നെ അവിടെ അടുത്തേക്ക് വന്നു. നിങ്ങൾ ഇവിടെ ഇരിക്കായിരുന്നോ? കിഷോർ കണ്ണുകൾ തുടച്ചു. എന്താ ചേച്ചി? എനിക്കൊരു സംസാരിക്കണമായിരുന്നു. മറ്റേ കുട്ടിയുടെ ആര്? ജിനിയോ? അവള് വീട്ടിൽ പോയതാ, കുറച്ച് കഴിഞ്ഞ് വരും. ധന്യ കിഷോറിന്റെ അടുത്തിരുന്നു. കുട്ടിക്കാരൻ തൊട്ട് അവന് വാശി കൂടുതലാ. മൗനത്തിന്റെ ചെറിയ ഇടവേളയ്ക്ക് ശേഷം ധന്യ പറഞ്ഞു തുടങ്ങി. ഒരേ ഒരു അനിയനല്ലേ, അതുകൊണ്ട് ഞാനെന്നും വിട്ടുകൊടുക്കും. വളർന്നപ്പോഴും ആ വാശി അതുപോലെ തന്നെ തുടർന്നു. ആഗ്രഹിച്ചൊക്കെ നേടിയെടുക്കണം, അതവന് നിർബന്ധമാണ്. ജീവിതത്തിൽ എന്നും അത് സാധിക്കില്ലല്ലോ. കുറേയൊക്കെ ഞാൻ ഉപദേശിക്കും. പക്ഷെ എൻ്റെ കല്യാണം കഴിഞ്ഞു പോയ ശേഷം അതിന് കഴിയാതെയായി. അച്ഛനും അമ്മക്കോ അവനെ നിയന്ത്രിക്കാനും പറ്റിയില്ല. അതൊക്കെ കൊണ്ടാവും അവൻ കുടി തുടങ്ങിയത്. വല്ലപ്പോഴും ഒരു സന്തോഷത്തിന് കുറഞ്ഞ അളവിൽ മദ്യപിക്കുന്നത് തെറ്റല്ല. പക്ഷെ ഉറങ്ങാൻ വേണ്ടി മദ്യത്തെ ആശ്രയിക്കുന്ന സാഹചര്യം വന്നാൽ അതിനർത്ഥം നിങ്ങളതിന് അടിമപ്പെട്ടു എന്നാണ്. നിർഭാഗ്യവശാൽ എൻ്റെ അനിയൻ അങ്ങനെ ഒരാളായിരുന്നു. അവൻ്റെ കൂട്ടുകാരെ നിങ്ങളും അക്കാര്യത്തിൽ പുറകിലല്ലോ. അവൻ പോയതിൽ ഒരുപാട് വേദനിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നല്ല. പക്ഷെ പറയാനുള്ളത് പറഞ്ഞല്ലേ പറ്റൂ. ധന്യൊന്ന് വിശ്വസിച്ചു. നിങ്ങൾ ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കി എന്നറിഞ്ഞു. വേണ്ടായിരുന്നു മക്കളെ. അവൻ കാണിച്ച വിട്ടിത്തരത്തിന് അവൾ എന്ത് പിഴച്ചു? അവള് കാരണം ചേച്ചി പ്രണവ്. കിഷോർ സങ്കടത്തോടെയും രോഷത്തോടെയും കൈ ചുരുട്ടി തെങ്ങിലിടിച്ചു. എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ അവള് വേറൊരുത്തിന്റെ ഭാര്യയാവും പോകുന്നു. അവർ പിരിയാനുള്ളതിന്റെ കാരണം നിങ്ങൾക്കറിയോ? ഒരു കാരണമല്ല. അവൾക്ക് നല്ലൊരു ബന്ധം കിട്ടിയപ്പോ അവനെ ഉപേക്ഷിച്ചു, അത്ര തന്നെ. ഇത് പ്രണവ് പറഞ്ഞല്ലേ? ഒരു മറുവശം ഉണ്ടെങ്കിലോ? അവൻ ഞങ്ങളോട് കള്ളം പറയാറില്ല ചേച്ചി. എല്ലാം പറയാറുണ്ടോ? ഉണ്ട്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന പറഞ്ഞിരുന്നോ? രണ്ടുപേരും ഞെട്ടിത്തെരിച്ച് ധന്യെ നോക്കി. എന്താ? മരിച്ചുപോയ അനിയനെ കുറിച്ച് ഞാൻ ഇല്ലാത്തത് പറയില്ല. അവൾ കണ്ണുകൾ തുടച്ചു. അനഘയോട് അവന് തോന്നിയ ഇഷ്ടത്തെക്കുറിച്ചൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. എറണാകുളത്ത് ജോലി കിട്ടിയ ശേഷം ആളാകെ മാറി. വല്ലപ്പോഴും ലീവിന് വന്ന കള്ളുകൂടിയില്ല എന്ന് അമ്മ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷിച്ചു. പക്ഷേ 2 മാസം മുമ്പ് ഞാനിവിടെ എത്തി. അവൻ്റെ മുറി വൃത്തിയാക്കുമ്പോഴാണ് ബാഗിൽ നിന്നൊരു ചെറിയ പാക്കറ്റ് കിട്ടിയത്. അതെന്താണെന്ന് ചോദിച്ചതിന് എന്നെ തല്ലിയില്ല എന്നേ ഉള്ളൂ. ആദ്യമായിട്ടാ അവൻ എന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയത്. എനിക്കെന്തോ സംശയം തോന്നി. അങ്ങനെ അവൻ എറണാകുളം ജോലി കിട്ടാൻ സഹായിച്ച ആൾ നേരിൽ ചെന്ന് കണ്ട് കാര്യങ്ങൾ അന്വേഷിച്ചു. എനിക്ക് വിശ്വസിക്കാനായില്ല. അവിടെ ഇവന് റൂംമേറ്റ് ഉണ്ട്. അവനിൽ നിന്ന് കിട്ടിയ ദുശ്ശീലം ഉപയോഗിക്കുന്ന കൂടാതെ പരിചയപ്പെട്ടവർക്ക് വിതരണം തുടങ്ങി. പെട്ടെന്ന് കാശ് സമ്പാദിക്കാനുള്ള മോഹം. ഇല്ല, ഇതാരോ ചതിച്ചതാ ചേച്ചി. അവനങ്ങനെ ചെയ്യില്ല. ഞങ്ങളൊക്കെ കള്ളുടിക്കാറുണ്ട്, അല്ലറ ചിലർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതുപോലത്തെ നാറിയ പണിയൊന്നും ചെയ്യില്ല. അവനതൊന്നും പറ്റില്ല. വിശ്വസിക്കാൻ പ്രയാസമാണ്, പക്ഷേ അതാണ് സത്യം. ധന്യ വേദനയോടെ ചിരിച്ചു. രണ്ടും കൽപ്പിച്ച് ഞാനവനെ പിടിച്ചിരുത്തി സംസാരിച്ചു. അന്ന് അവനെല്ലാം തുറന്നു പറഞ്ഞു. ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം കൊണ്ട് മാത്രം എവിടെയും എത്താൻ കഴിയില്ലെന്നും അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്നും. ഞാൻ അവൻ്റെ കാല് പിടിച്ച് എല്ലാം നിർത്താൻ അപേക്ഷിച്ച് സമ്മതിക്കുകയും ചെയ്ത. പിന്നെ 1 മാസത്തിനിടയിൽ എന്തൊക്കെയോ സംഭവിച്ചു. അനഘയായിട്ട് എന്നും വഴക്കൂടുന്ന പതിവായി. ആ കുട്ടിയെ കണ്ട് വിശദമായിട്ട് സംസാരിക്കേണ്ട അവസരം നോക്കിയിരിക്കായിരുന്നു ഞാൻ. അപ്പോഴവൻ. ധന്യയുടെ കണ്ണുനീർ ഒലിച്ചിറങ്ങി. എൻ്റെ അനിയൻ നല്ലതോ ചീത്തയോ എന്നതല്ല ഇവിടുത്തെ വിഷയം. അവൻ്റെ പേര് നിങ്ങൾ ആ പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കി. അവൾക്കിനി പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? ഒരുത്തനെ പ്രണയിച്ച് വഞ്ചിച്ചവളെന്ന പേര് മാറാൻ ഒരുപാട് കാലെടുക്കും. അപ്പോഴേക്കും ജീവിതം ഒരുപാട് മാറിയിട്ടുണ്ടാവും, പ്രത്യേകിച്ച് ആ കുട്ടിയുടെ. അതിൻ്റെ അവസ്ഥ അങ്ങനെയാ. ധന്യ എഴുന്നേറ്റു.
ദേഷ്യം വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന പലതും തെറ്റാവും, ചിലപ്പോൾ തിരുത്താൻ പറ്റാത്ത. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവിടെ വെണ്ണീറായി കിടക്കുന്നത്. കണ്ണീർ തുടച്ച് അവൾ പോയി. അവൾ പോയ ശേഷം കിഷോറും ഫെബിനും അതേ ഇരിപ്പ് തുടർന്നു ഏറെ നേരം. ഫെബിന്റെ വീട്ടുമുറ്റത്തെത്തിയപ്പോഴേക്കും കിഷോർ അർദ്ധബോധാവസ്ഥയിൽ നിന്നുണർന്നു. ബൈക്കിന്റെ ശബ്ദം കേട്ട് ഫെബിൻ വാതിൽ തുറന്ന് സിറ്റൗട്ടിലേക്ക് എത്തി. നീ എന്തിനിപ്പോൾ ഇങ്ങോട്ട് വന്ന്? അവൾ ഫോണിൽ ചൂടായതല്ലാതെ കാര്യമൊന്നും പറഞ്ഞില്ല, അതുകൊണ്ടാ വന്നേ. അവൻ ബൈക്ക് സ്റ്റാൻഡിലിട്ട് അകത്തേക്ക് കയറി. അവിടെ സെറ്റിൽ താടി കൈ കൊടുത്ത് ജിനി ഇരിക്കുന്നുണ്ട്. നീ എന്താടി ഫോൺ കിട്ടിയതേ? ജിനി മറുപടി പറഞ്ഞില്ല. കാര്യം പറ ജിനി, ശരിയാ, ഞങ്ങൾ ഓവർ റിയാക്ട് ചെയ്തു. അതിനിപ്പോൾ എന്താ വേണ്ടത്? ആ പെങ്കുച്ചിനെ കൊണ്ട് മാപ്പ് പറയണോ? ജിനി ചാടി എഴുന്നേറ്റ് കൈവീശി കിഷോറിന്റെ കരണത്ത് അടിച്ചു. അവളിപ്പോൾ എവിടെയെന്ന് അറിയാം നിനക്ക്? ഇല്ല. എന്നാ കേട്ടോ, ഒരു ആത്മഹത്യാശ്രമം പരാജയപ്പെട്ട് ഹോസ്പിറ്റലാ, അത് പറയാനാ ഇനി ആ ഫോൺ വിളിച്ച്. കിഷോർ പകച്ചു പോയി. അതെ, അതിൻ്റെ അമ്മ ഡിസ്ചാർജ് ആയി വന്ന ശേഷം വീട്ടിൽ വെച്ച് എല്ലാവരും ചേർന്ന് വിചാരണ നടത്തി. കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കിയ കുറ്റത്തിന് ശിക്ഷയും വിധിച്ചു. ദൂരെ എവിടെയുള്ള ഒരു ബന്ധുവിൻ്റെ കൂടെ താമസിക്കാൻ അവൾ സമ്മതിക്കാതായപ്പോൾ ഇറങ്ങി പോകാൻ പറഞ്ഞു. ഹോസ്റ്റലിൽ കൂട്ടായിട്ട് മുറിയിൽ ഒരു രാത്രി താമസിക്കാൻ അനുവാദം വാങ്ങിച്ചെന്നവൾ ബാത്റൂമിൽ കയറി ഞരമ്പ് മുറിച്ചു. ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും ജിനിയുടെ വാക്കുകൾ ഇടറിക്കൊണ്ടിരുന്നു. നിന്നെയൊക്കെ രാവിലെ മുതൽ ഞാൻ വിളിക്കുന്നുണ്ട്. കൂട്ടുകാരൻ മരിച്ച ദുഃഖം എന്ന പേരിൽ കള്ളു കുടിച്ച് മദ്യപാൻ തുടങ്ങാൻ തുടങ്ങിയിട്ട് മാസം തികയാനായില്ലേ? ഇനിയെങ്കിലും നിർത്ത്. നിങ്ങൾ എടുത്തിയാടിയുടെ പല ഒരു പാവം പെൺകുട്ടി ഈ ഗതിയിലാക്കിയത്. കിഷോർ കവിളും പൊത്തി പിടിച്ച് നിൽക്കുകയാണ്. എത്ര പേരുടെ കയ്യും കാലും പിടിച്ചിട്ടാണെന്നോ ആത്മഹത്യാശ്രമത്തിന് കേസാവാൻ നോക്കിയത്? ഇനി അതുകൂടി താങ്കളുടെ ശേഷി അവൾക്കില്ല. എടാ, ഒരു റിലേഷൻഷിപ്പ് തുടരാൻ പറ്റുന്നില്ലെങ്കിൽ മതിയാക്കാനുള്ള സ്വാതന്ത്ര്യം അവൾക്കില്ലേ? പ്രണവിനോട് തൂങ്ങി മരിക്കാൻ അവൾ പറഞ്ഞോ? എല്ലാം പോട്ടെ, അവൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാനുള്ള ക്ഷമയെങ്കിൽ നീയൊക്കെ കാണിച്ചോ? പഠിച്ച് ജോലി നേടി സ്വന്തം കാലം നിൽക്കണമെന്നൊക്കെ ആഗ്രഹിച്ച അവള് ഇപ്പം എല്ലാം അവൾക്ക് നഷ്ടമായി. അടിപൊട്ടിയ ശബ്ദം കേട്ട് ഫെബിന്റെ മാതാപിതാക്കൾ റൂമിന് ഡോർ തുറന്നെങ്കിലും ജിനിയുടെ മുഖഭാവം കണ്ടപ്പോൾ പുറത്തിറങ്ങാതെ അവിടെ തന്നെ നിന്നു. ഒടുക്കത്തെ കുടിയും ടൂറും കാരണം കട പൂട്ടാറായി. ഇവനെയും നീ നശിപ്പിച്ചു. ഞാനൊരുത്തി കഷ്ടപ്പെട്ടിട്ടാ കഫേ നടന്നു പോകുന്നു. അതൊക്കെ വിടാം, പക്ഷെ മറ്റൊരാളുടെ ജീവിതം തകർക്കാൻ നിനക്ക് ആരാണ് അധികാരം തന്നത്? കിഷോർ സെറ്റിയിലിരുന്നു. ഉപദേശിക്കാനും നന്നാക്കാനും ഞാനില്ല, പക്ഷേ ഇനി എനിക്കൊന്നിനും വയ്യ. നിന്റെ ഷോപ്പിലെ കാര്യങ്ങൾ ഇത്രയും ദിവസം ഞാൻ നോക്കി, ഇനി അതില്ല. ഈ ഫ്രണ്ട്ഷിപ്പ് ബാധ്യതയാവുന്ന പോലെ ഒരു തോന്നല്. എടി പ്ലീസ്, ഫെബിൻ കെഞ്ചി. അതോടെ ജിനി നിർത്തി. അവിടെ മൗനം കനത്തു. തന്റെ വാക്കുകൾ കൂടിപ്പോയെന്ന് ജിനിക്ക് തന്നെ തോന്നി. അവൾ പതിയെ കിഷോറിന്റെ അടുത്ത് ചെന്നിരുന്നു. കവിൾ പൊത്തിപ്പിടിച്ച് അവന്റെ കൈ അവൾ മാറ്റി. വേദനിച്ചോടാ? അവൻ മിണ്ടിയില്ല. സോറിടാ. ഏയ് സാരല്ല. കിഷോർ ചിരിക്കാൻ ശ്രമിച്ചു. ചെങ്ങലക്കിട്ട പട്ടിയെ പോലെ വളർന്ന ഒരുത്തനാ ഞാൻ. വളർന്നപ്പോൾ കിട്ടിയ സ്വാതന്ത്ര്യം ശരിക്കും എൻജോയ് ചെയ്തു. എനിക്കുണ്ടായ നഷ്ടങ്ങളോ കടങ്ങളോ ഒന്നിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല. നിങ്ങളായിരുന്നു എൻ്റെ ലോകം, നിങ്ങൾ മാത്രം. പക്ഷേ ഞാൻ കാരണം നിങ്ങളുടെ ജീവിതവും നശിക്കുകയായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. കിച്ചു, ഞാൻ അങ്ങനെയൊന്നും. കിഷോർ നേരത്തെ ഒരു പുഞ്ചിരിയോടെ കൈ ഉയർത്തി അവളെ തടഞ്ഞു. പിന്നെ എഴുന്നേറ്റ് മുറ്റത്തേക്ക് നടന്നു. ബൈക്ക് സ്റ്റാർട്ടാവുന്ന ശബ്ദം കേട്ടപ്പോൾ ഫെബിൻ ദേഷ്യത്തോടെ ജിനിയെ നോക്കി. അവന് നല്ല വിഷമായി. നിനക്കിതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു? എടാ, അത് തള്ളിയതിനേക്കാൾ നിന്റെ വാക്കുകൾ അവനെ വേദനിപ്പിച്ച്. ചെയ്തതിൻ്റെയൊക്കെ കണക്കുകൾ സൂക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് നീ ഒന്നും ചെയ്യാതിരുന്നാൽ പോരായിരുന്നോ? ഒരു തെറ്റുപറ്റി, സമ്മതിക്കുന്നു. അത് തിരുത്താൻ സഹായിക്കുക ഫ്രണ്ട് എന്ന നിലയിൽ നീ ചെയ്യേണ്ടത്. അതിൽ സൗഹൃദം. അവൻ്റെ ഷോപ്പ് നോക്കി നടത്തുന്നതിനെ കുറിച്ച് നീ പറഞ്ഞല്ലോ. പണ്ട് കഫേ തുടങ്ങാൻ ഇറങ്ങി തിരിച്ച് പാതി വഴിയിലെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നൊരവസ്ഥ നിനക്കും എനിക്കും ഉണ്ടായിരുന്നു. അന്ന് ഇവൻ ഒരുത്തനാ നാട്ടിൽ കണ്ടന്മാരുടെയൊക്കെ കാല് പിടിച്ച് ആവശ്യമായ കാശ് നമുക്ക് ഉണ്ടാക്കി തന്നു. ഷോപ്പിന്റെ ലൈസൻസിന് മറ്റുമായിട്ട് ഓടി നടന്നും ഇവൻ തന്നെയാ. ഞാൻ ബൈക്ക് ആക്സിഡൻ്റായി കിടന്നപ്പോൾ ഉറക്കുളച്ചെൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു അവനാ, അതും മാസങ്ങളോളം. കണക്കുകൾ നിരത്തിയാണെങ്കിൽ കിച്ചുവിൻ്റെ ലിസ്റ്റ് നിൻ്റെതിനേക്കാൾ എത്രയോ വലുതാണെടി. ഫെബിൻ ബൈക്കിന്റെ കീ എടുത്തു. ഞാനൊന്ന് പോയി നോക്കട്ടെ. ഒരുത്തൻ തൂങ്ങിച്ചത്തു. ഇവനിനി എന്താ പ്ലാൻ എന്നറിയില്ലല്ലോ. ആരോടുന്നില്ലാതെ പറഞ്ഞ ശേഷം അവൻ പുറത്തിറങ്ങി വാതിൽ വലിച്ചടച്ചു. രാജേട്ടൻ അവനോടൊന്ന് സംസാരിച്ചുകൂടെ? കമല പറയുന്ന കേട്ടപ്പോൾ രാജേന്ദ്രൻ കയ്യിലെ ന്യൂസ് പേപ്പർ മടക്കി ടേബിൾ വെച്ചു. എനിക്ക് വയ്യ. അഥവാ ഞാൻ സംസാരിക്കാന്ന് വെച്ചാ അവൻ എൻ്റെ മുമ്പിൽ നിൽക്കണ്ടേടി. ഓ, പറയുന്ന കേട്ടാ തോന്നും എൻ്റെ മടിയിൽ അവനൊന്ന് ഇരിക്കുന്നെന്ന്. നിങ്ങളോടുള്ള പോലെ തന്നെ രാജേട്ട അവൻ എന്നോടും. ഒരു വാക്ക് വേണ്ടിയിട്ട് കാലം എത്രയായി. പൈസ കൃത്യമായിട്ട് വയ്ക്കും, ഞാൻ ഉണ്ടാക്കി കഴിക്കും. അല്ലാതെ എന്ത് ബന്ധാ അവൻ ഈ വീടുമായിട്ട്? 3-4 കൂട്ടുകാരാ അവൻ്റെ ലോകം. എത്ര കാലം അവനിങ്ങനെ ജീവിക്കും? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നീ ഒരു കോപ്പും പറയണ്ട. രാജേന്ദ്രന് ദേഷ്യം വന്നു. നിന്നെപ്പോലുള്ള സകല തള്ളമാരുടെയും ചിന്താഗതിയാ ആദ്യം മാറ്റേണ്ടത്. പെണ്ണ് കിട്ടിയ മോൻ്റെ സ്വഭാവം നന്നാവും പോലും അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. നിങ്ങളും പെണ്ണുങ്ങളല്ലേ? പെറ്റു വളർത്തിയ നിങ്ങളെ കൊണ്ട് നന്നാക്കാൻ കഴിയില്ല. പക്ഷേ കെട്ടുന്ന പെണ്ണിന് അത് കഴിയുന്നത് എവിടുത്തെ ന്യായ?
നല്ല രീതിയിൽ ജീവിച്ച് ഏതെങ്കിലും ഒരു പാവം കൊച്ചിനെ മുടിയനായ പുത്രന്റെ തലയിൽ കെട്ടിവെക്കും. എന്നിട്ട് അതിന്റെ ജീവിതം കൂടി തൊലക്കണം. അച്ഛന്മാർക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല അല്ലേ? കമലക്കും ദേഷ്യം വന്നു. നിങ്ങൾക്ക് അവനെ നന്നാക്കാലോ? ഞാൻ അവനെ എഴുതി തള്ളിയിട്ട് വർഷങ്ങളായി. അവൻ എങ്ങനെ ജീവിച്ചാലും എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ അവന്റെ ചെലവിലല്ല കഴിയുന്നത്. അഭിമാനത്തോടെ രാജ്യസേവനം നടത്തിയതിന് കേന്ദ്ര സർക്കാർ തരുന്ന പെൻഷനുണ്ട്. പിന്നെ അച്ഛൻ എനിക്ക് എന്ന പറമ്പിലെ വരുമാനമുണ്ട്. പണ്ട് ഞാൻ നിന്നോട് പറഞ്ഞ ജോലി മതിയാക്കി അവന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അപ്പം നിനക്ക് സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ കാശുകൊണ്ട് മാത്രമേ തൊള്ളയിന്ന് വല്ലതും ഇറങ്ങൂ. അതോടെ ചെറുക്കൻ തോന്നിയാസിയായി. നിന്റെ മോനാ ദിനേശനോട് കുറച്ചു നാൾ മുമ്പ് പറഞ്ഞു, അച്ഛൻ്റെ അമ്മയും സ്നേഹവും പരിഗണനയൊന്നും കിട്ടാത്തോണ്ടാ ഞാനിങ്ങനെ ആയെന്ന്. അയാളൊരു സിഗരറ്റിന് തീ കൊളുത്തി. സ്വഭാവമൊക്കെ നന്നായി ഇച്ചിരി അച്ചടക്കം വരട്ടെ എന്ന് കരുതിയാ അവനോട് ഞാൻ ആർമി ചേരാൻ പറഞ്ഞു. എന്നെ അനുസരിക്കില്ലെന്ന് മനസ്സിലായതോടെ ഞാനത് വിട്ടു. തെളിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ തെളിയിക്കാന്ന് കേട്ടിട്ടില്ലേ? അത്രയേ ഉള്ളൂ. നമ്മുടെ ഭാഗത്തും തെറ്റുകളുണ്ട് രാജേട്ട. അത് മനസ്സിലാക്കിയത് കൊണ്ടാ അവന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞു. കൊള്ളാവുന്ന ആലോചന തന്നെയല്ലേ സതീശൻ കൊണ്ടുവന്നേ. പെണ്ണ് ദുബായിൽ നേഴ്സാണ്. ഒരു കുടുംബക്കായ അവൻ മാറിക്കോളും. കമലയുടെ അനിയൻ സതീശൻ 2 ദിവസം മുമ്പ് കിഷോറിന് വേണ്ടി കൊണ്ടുവന്ന ആലോചനയെക്കുറിച്ചുള്ള ചർച്ചയാണ് അവിടെ നടക്കുന്നത്. നിന്റെ മോന് കുറച്ച് കൂട്ടുകാരില്ലേ, അവരോട് പറ സംസാരിക്കാൻ. അതിന് അവരാരെങ്കിലും നിങ്ങളെ പിടിച്ചിങ്ങോട്ട് വരാറുണ്ടോ? അവനൊരു കടയിലെ ടൗണില് അവിടെ പോയി പറ. അതുകൊണ്ട് കാര്യം ഉണ്ടാവുമെന്ന് തോന്നില്ല. അവര് നല്ലവരാണെങ്കിൽ ഇവനിങ്ങനെ ആവില്ലല്ലോ. അതിന് കമലെന്തോ മറുപടി പറയാൻ തുടങ്ങിയപ്പോഴേക്കും കിഷോറിന്റെ ബൈക്ക് മുറ്റത്ത് വന്നതിന് അതിന്റെ പുറകിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. അമ്പരപ്പോടെ രാജേന്ദ്രനും കമലയും പരസ്പരം നോക്കി. ഇറങ്ങ്, അവൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു. അവൾ ഇറങ്ങി. ബൈക്ക് സ്റ്റാൻഡിലിട്ട് അവനും ഇറങ്ങി. വാ. അവന് ഉമ്മറത്തേക്ക് കയറി. പിന്നാലെ പതിയെ അവളും. ഇതാനക. ആരുടെയും മുഖത്ത് നോക്കാതെയാണ് അവൻ പറഞ്ഞത്. പിന്നെ അവിടെ കൈ പിടിച്ച് അകത്തേക്ക് നടന്നു. കമലയും രാജേന്ദ്രനെ തരിച്ചിരിക്കുകയാണ്. എന്താ രാജേട്ടാ ഇതൊക്കെ? കുറെ നേരത്തിന് ശേഷം കമല ചോദിച്ചു. നിനക്ക് മനസ്സിലായില്ലേടി, നിന്റെ മോന്റെ കല്യാണം കഴിഞ്ഞു. രാജേന്ദ്രൻ പരിഹാസത്തോടെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് കസേരയിലേക്ക് ചാഞ്ഞു. വീട് പെയിന്റ് അടിക്കണ്ട, പന്തലിടണ്ട, നാട്ടുകാരെയും കുടുംബക്കാരെയും ഒന്നും ക്ഷണിക്കണ്ട. എത്ര ലക്ഷം രൂപയാ മോൻ ലാഭിച്ചത്. മോനെ ഓർത്ത് അഭിമാനിക്കുക. പെട്ടെന്ന് അയാളുടെ ചിരിമാഞ്ഞു. ഇതിന്റെ കൂടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ആരും തെങ്ങിപ്പിടിച്ച് കെട്ടിയില്ലല്ലോ, അതെന്നെ ഭാഗ്യം. ഇവനെ പോലൊരുത്തന്റെ കൂടെ എന്ത് വിശ്വസിച്ച് അവൾ ഇറങ്ങി വന്നെന്നാ ഞാൻ ആലോചിക്കുന്നത്. അയാൾ കമലയെ നോക്കി. എന്ത് നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നില്ലേ? നാട്ടു നടപ്പ് നീയായിട്ട് തെറ്റിക്കണ്ട. കമലയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കരയാ മാത്രം നിന്റെ ആരെങ്കിലും ചത്തോടി കയറിപ്പോയിക്കെന്റെ മുന്നീന്ന്. രാജേന്ദ്രൻ ദേഷ്യപ്പെട്ടതോടെ അവർ എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. അതെ, ഈ മുറി ഉപയോഗിച്ചോ? അനഘയുടെ ബാഗ് കബോർഡിൽ വെച്ചുകൊണ്ട് കിഷോർ പറഞ്ഞു. നിന്നെ താമസിപ്പിക്കാൻ വേറെ സ്ഥലം കിട്ടായിട്ടൊന്നല്ല ഇങ്ങോട്ട് കൊണ്ടുവന്ന്. വിശ്വാസമില്ലായിട്ടാ. മറ്റാരെയോ അല്ല, നിന്നെ തന്നെ. നീ എങ്ങാനും ആത്മഹത്യ ചെയ്താ അവര് തൂങ്ങും. ഇവിടെ ആകുമ്പോൾ പിന്നെ ഞാൻ മാത്രം സമാധാനം പറഞ്ഞാൽ മതിയല്ലോ. അവൾ തലകുനിച്ച് നിൽക്കുകയാണ്. ആരും നിനക്ക് ഒന്നും ചെയ്തരില്ല. ഭക്ഷണം വല്ലതും വേണേൽ താഴെ അടുക്കളയിൽ ചെന്ന് ഉണ്ടാക്കി കഴിച്ചോ, അതിനാരും തടയില്ല. എന്തെങ്കിലും ചോദിച്ചാൽ മിണ്ടാതിരുന്നാൽ മതി. എനിക്കൊരു സമയം കിട്ടിയാ നിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാം. അനഘൊന്നും മിണ്ടിയില്ല. ഞാൻ ചെയ്ത തെറ്റുകാരനാണ് എനിക്ക് അവസ്ഥ വന്നെന്നറിയാം. അതിനുള്ള പ്രായശ്ചിത്തം മാത്രമാണിത്. വേറൊന്നും ആവശ്യപ്പെടുന്നില്ല. ഒന്ന് ആലോചിക്കാനുള്ള സമയം അത്രയേ വേണ്ടൂ. കിഷോർ പുറത്തിറങ്ങി ഡോർ വലിച്ചടച്ച്. അനഘ കട്ടിലേക്ക് ചാഞ്ഞു. പിന്നെ ശബ്ദമില്ലാതെ കരഞ്ഞു തുടങ്ങി. ഇവന്റെ അച്ഛന്റെ കയ്യിലെങ്ങാനും തോക്കുണ്ടായിരുന്നെങ്കിൽ എന്നെ വെട്ടിവെച്ച് കൊന്നേനെ. എന്തൊക്കെ തെറിയാ വിളിച്ചെന്നറിയോ? അയ്യേ മ്ലേച്ഛം. നിന്നോട് ആരടാ പുല്ലേ എന്റെ വീട്ടിലേക്ക് ചെന്ന് കെട്ടിയെടുക്കാൻ പറഞ്ഞേ? കിഷോർ ദേഷ്യപ്പെട്ടു. അവന്റെ ഷോപ്പിലായിരുന്നു 3 പേരും. ഞാനാ പറഞ്ഞു. ജിനി മുന്നോട്ട് വന്നു. അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയ പിന്നെ നീ വിളിച്ചിട്ട് ഫോൺ എടുത്തോ? ഇവിടെയും വരുന്നില്ല. അതാ ഇവര് നിന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ച്. എന്നാലും കിച്ചു നീ ഇതെന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്? ആ പെണ്ണിനെ നീ കല്യാണം കഴിച്ച് കൊണ്ടുവന്നാണെന്നാ നിന്റെ വീട്ടുകാരും ബന്ധുക്കളെല്ലാം കരുതിയിരിക്കുന്നത്. അതെ, എന്റെ കഷ്ടകാലത്തിന് ഇവനെ ഇവിടെയും വിളിച്ചുകൊണ്ട് വീട്ടിൽ ചെന്ന ഇന്ന് തന്നെ ഇവനെയും തിരക്കി ഞാൻ അവിടെ എത്തി. മോന്റെ കൂട്ടുകാരെ പറ്റി ഇവന്റെ അച്ഛന് നല്ല മതിപ്പാ. പ്രണവ് എന്തിനാ മരിച്ചതെന്നൊന്നും അങ്ങേർക്കറിയില്ല. ഭാഗ്യം. ഫെബിൻ വീണ്ടും വെള്ളം കുടിച്ചു. ജിനി കിഷോറിന്റെ അടുത്ത് ചെന്നിരുന്നു. എടാ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ പലതവണ ആലോചിക്കണ്ടേ? ആലോചിച്ചിട്ട് തന്നെ ജിനി ഇത് ചെയ്ത്. അന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് അവളോട് ഞാനെല്ലാം ഏറ്റു പറഞ്ഞ് മാപ്പ് ചോദിച്ചാ. ഞാൻ കാരണമാണ് അവൾ ഈ ഗതിയിലായെന്ന കുറ്റബോധം. നിങ്ങളെയും ബുദ്ധിമുട്ടിക്കാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് ആ ഷിഹാബിക്കയുടെ ഒഴിഞ്ഞെടുക്കുന്ന ഫ്ലാറ്റിൽ താമസസൗകര്യം ചെയ്തു കൊടുത്ത് പതിയെ എന്തെങ്കിലും ഒരു ജോലിയും കണ്ടെത്താമെന്ന് കരുതി. പക്ഷേ കിഷോർ ഫെബിന്റെ കയ്യിൽ നിന്നും ബോട്ടിൽ വാങ്ങി കുറച്ച് വെള്ളം കുടിച്ചു. 2ാമത്തെ ദിവസം ഇക്കയുടെ വിളി വന്നു. ഈ പെണ്ണ് ഫ്ലാറ്റിന്റെ ബാൽക്കണിൽ നിന്ന് താഴേക്ക് നോക്കി ഒരേ നിൽപ്പാണ് പോലും, ഒരനക്കം പോലും ഇല്ലാതെ. അടുത്ത ഫ്ലാറ്റിലുള്ളവർ പേടിച്ചിട്ട് ഇക്കാൻ അറിയിച്ച.
അവളെങ്ങാനും താഴേക്ക് ചാടിയ അങ്ങേരടക്കം തൂങ്ങേണ്ടി വരും. ആ നീ എന്നാലും വീട്ടിലേക്ക് കൊണ്ടുപോയി നന്നായിടാ. നിന്റെ അച്ഛന് ഇതിലും ഒരു പണി കിട്ടാനില്ല. അവള് ചത്താലേ നമുക്ക് അങ്ങേരുടെ തലയിലിടാം. എടാ ഫെബിനെ മരക്കഴുതേ, അപ്പൊ ഇവനും കുടുങ്ങില്ലേ? ജിനി ദേഷ്യത്തോടെ അവനെ നോക്കി. സാരല്ലേ ജിനി, ഞാനായിട്ട് ചെയ്തതിന്റെ ഫലം ഞാനായിട്ട് അനുഭവിച്ചോളാം. കിഷോർ ചിരിച്ചു. കിച്ചു, നമുക്ക് അനഘയുടെ വീട് പോയി സംസാരിച്ചാലോ? സ്വന്തം മോൾ ഈ അവസ്ഥയിലാണെന്ന് അറിയുമ്പോൾ ഏതൊരമ്മക്കും മനസ്സറിയില്ലേ? ഞാൻ ആ സുമേഷിനെ വിളിച്ച് അന്വേഷിച്ചിരുന്നു. എടി ആ തള്ളക്ക് മോള് ചത്താലും പ്രശ്നമില്ല, കുടുംബത്തിന്റെ മാനം പോയിരുന്നാൽ മതി എന്ന ചിന്തയാണ്. അവരുടെയും ആങ്ങളുടെയും സ്വഭാവ ഗുണം കാരണം അനഘയുടെ അച്ഛൻ ആത്മഹത്യ തന്നെ. നാട്ടുകാർക്ക് ഒരാൾക്ക് പോലും അവരുടെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അപ്പൊ ഊശൂടെ എങ്ങനെയുള്ളവരാണെന്ന്. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യും? എത്ര കാലം ഇവന്റെ വീട്ടിൽ നിർത്തും? സത്യാവസ്ഥ എന്റെ വീട്ടുകാരറിഞ്ഞ അന്ന് തന്നെ ഇവന് വീട്ടിൽ നിന്ന് പുറത്താക്കും. മോൻ കാരണം ആ പെണ്ണ് പെരുവഴിയിലാണെന്ന് ഇവന്റെ അച്ഛനറിഞ്ഞ ഒരിക്കലും ക്ഷമിക്കില്ല. പക്ഷെ സത്യം പറയാതിരിക്കാനും വയ്യല്ലോ. അവൾ ഇവന്റെ ഭാര്യയാണെന്നപ്പോൾ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത്. അത് ഭാവിയിൽ രണ്ടാൾക്കും ദോഷം ചെയ്യും. ജിനി കിഷോറിനെ നോക്കി അവനെന്തോ ആലോചിച്ചിരിക്കുകയാണ്. കിച്ചു, എന്താണ് ഒരു വഴി? അറിയില്ല. എന്തായാലും ഒരാഴ്ചയിൽ കൂടുതൽ അവളോട് നിർത്താൻ പറ്റില്ല. അതിനുള്ളിൽ എങ്ങോട്ടെങ്കിലും മാറ്റണം. എന്നെ ഒരു പരിചയക്കാരൻ്റെ പെങ്ങൾ തൃശ്ശൂരിൽ ജോലി ചെയ്യുന്നുണ്ട്. താമസം ഒരു വിമൻസ് ഹോസ്റ്റലിലാണ്. തൽക്കാലം അവിടെ എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് ശ്രമിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വിശ്വസിക്കാൻ പറ്റുന്നവർ തന്നെയാണോടാ? ഒരു പെൺകുട്ടിയുടെ കാര്യമാണ്. എനിക്ക് അവളെയാ പേടി. അവിടെ പോയി ആത്മഹത്യ ചെയ്ത് അതോടെ തീർന്നു. പിന്നെ ഒരു പ്രതീക്ഷ പുതിയ ജോലിയും ഫ്രണ്ട്സൊക്കെ ആയാ അവൾ മാറുന്ന നോക്കാം. ആ പെണ്ണിന് സംഭവിച്ചതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തം എനിക്കാ. അതുകൊണ്ട് തന്നെ അവളൊരു കരക്കെത്തിക്കേണ്ട എൻ്റെ കടമയാണ്. ഇന്ന് വരെ ജീവിതത്തിൽ ഞാൻ തെറ്റുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ആദ്യമായിട്ടാ ചെയ്തൊരു തെറ്റിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നു. അതിന് പരിഹാരം കണ്ടാലേ മനസ്സമാധാനത്തോടെ എനിക്കൊന്ന് ഉറങ്ങാൻ കഴിയൂ. ഇതിൻ്റെ ഇടയിൽ നീ നിന്റെ കാര്യം കൂടി നോക്കണം കിച്ചു. ആ ബേബി ചായം പലതവണയായി ഇവിടെ വരുന്നു. അയാൾ വിളിച്ചിട്ട് നീ ഫോൺ എടുക്കാതെന്താ? പൈസ ഉടനെ കൊടുത്തില്ലെങ്കിൽ കേസാക്കുന്ന അങ്ങനെ പറയുന്നത്. ഇത്രയും രൂപ എങ്ങനെ ഉണ്ടാക്കൂടാ? കിഷോർ ഒന്ന് പുഞ്ചിരിച്ചു. എന്തെങ്കിലുമൊക്കെ വഴി കാണണം. കുറേ ജീവിതം ആഘോഷിച്ചതല്ലേ, അതിൻ്റെ ശിക്ഷയായിട്ടാവും ദൈവം എല്ലാ പണിയും ഒരുമിച്ച് തരുന്നു. ഞാനൊന്ന് പുറത്തു പോവാ. ജിനി, നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താടാ പറഞ്ഞോ? കുറച്ച് നാൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീ ഒന്ന് ശ്രദ്ധിക്കണം. എനിക്കൊന്ന് ഇരിക്കാൻ സമയം കിട്ടുന്നവരെ മാത്രം മതി, പിന്നെ ബുദ്ധിമുട്ടിക്കില്ല. നീ എന്താ കിച്ചു ഇങ്ങനെയൊക്കെ പറയുന്നേ? ജിനി സങ്കടത്തോടെ അവൻ നോക്കി. ഏയ്, ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടല്ലടി. പണ്ട് നീ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തവണ എൻ്റെ തെറ്റുകൾ തിരുത്താൻ വേണ്ടിയാ. അവൻ ഷോപ്പിന് പുറത്തിറങ്ങി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ദാഹിച്ച് തൊണ്ട വരണ്ടപ്പോൾ വേറെ വഴിയൊന്നുമില്ലാതെ അനഘപതിയെ താഴേക്ക് പടികളിറങ്ങി. ഹാളിൽ ലൈറ്റുണ്ട്, പക്ഷെ ആരെയും കാണുന്നില്ല. പേടിപ്പെടുത്തുന്ന നിശബ്ദത. ചുമരിലെ ക്ലോക്കിൽ സമയം 10 മണി. അത് രാത്രിയാണോ പകലാണോ എന്ന് പോലും അവൾക്കറിയില്ലായിരുന്നു. കരഞ്ഞ് തളർന്നുറങ്ങിപ്പോയതാണ്. അവൾ ചുറ്റും നോക്കി. മുറികളുടെ വാതിലെല്ലാം അടഞ്ഞു കിടപ്പുണ്ട്. ഒരു ഊഹം വെച്ച് നടന്ന് അവൾ അടുക്കള കണ്ടെത്തി. അവിടെയും ആരും ഉണ്ടായിരുന്നില്ല. പൈപ്പ് തുറന്ന മതിവരുവോളം വെള്ളം കുടിച്ച് ആശ്വാസത്തോടെ തിരിഞ്ഞവൾ ഞെട്ടിപ്പോയി. വാതിൽ പടിയിൽ ചാരി കമല അവളെയും നോക്കി നിൽക്കുന്നു. പേടികൊണ്ട് അവളുടെ ശരീരം വിറച്ചു. കുറച്ചുനേരം അവൾ തന്നെ നോക്കിയ ശേഷം കമല മുന്നോട്ട് വന്നു. പിന്നെ ഒരു പ്ലേറ്റിൽ ചോറും കറികളും വിളമ്പി ടേബിൾ വെച്ച്. കഴിക്ക്. പരുഷമായ ശബ്ദം. എനിക്ക് വേണ്ട, അനഘ പറഞ്ഞൊപ്പിച്ച്. നിന്നോടുള്ള സ്നേഹം കൊണ്ട് തരുന്നോന്നല്ല. ഇവിടെ താമസിക്കുന്ന ആരെങ്കിലും അത്താഴപ്പണ്ണി കിടന്നാ അത് ഈ വീടിന് ദോഷ. എൻ്റെ അച്ഛനും അപ്പൂപ്പനൊക്കെ പഠിപ്പിച്ചത് അതാ. കുടിച്ചിട്ട് 4 കാലിൽ വന്നാലും നിന്റെ ഭർത്താവ്, അതായത് എൻ്റെ മോൻ പോലും അത്താഴം കഴിച്ചിട്ട് ഉറങ്ങാറുള്ളൂ. അനഘ എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുകയാണ്. കഴിക്ക്, കമല ആജ്ഞാപിച്ചു. ഗത്യന്തരമില്ലാതെ അവളിരുന്ന് പതിയെ കഴിച്ചു തുടങ്ങി. ഈ നേരം വരെയായിട്ട് നിന്റെ കുടുംബക്കാരെയും കണ്ടില്ലല്ലോ. പടിയടച്ച് പിണ്ടം വെച്ചതാണോ? അതോ അവർ സന്തോഷത്തോടെ യാത്രയാക്കിയതാണോ? ഭക്ഷണം തൊണ്ടയിൽ കയറി അനഘ ചുമച്ചു. കമല ഗ്ലാസ്സിലെ വെള്ളം അവൾക്ക് അടുത്തേക്ക് നീക്കി. അപ്പോഴാണ് അവളുടെ ഇടത് കൈത്തണ്ടിലെ ചുറ്റിക്കെട്ട് അവർ ശ്രദ്ധിച്ച്. ഓ, ഇപ്പൊ മനസ്സിലായി. ചാകുയെന്ന് ഭീഷണിപ്പെടുത്തി അവനെ കൊണ്ട് സമ്മതിപ്പിച്ചാണല്ലേ? അവർ പരിഹാസത്തോടെ ചോദിച്ചു. അവൾ മിണ്ടിയില്ല. പക്ഷേ കണ്ണുനീർ ചോറിലേക്ക് ഇറ്റി വീഴുന്നുണ്ടായിരുന്നു. അത് കണ്ടതോടെ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ കമല പുറത്തിറങ്ങി. അനഘ കണ്ണീരിൽ കുഴച്ച ഭക്ഷണം ഒരു വറ്റുപോലും കളയാതെ കഴിച്ചു തീർത്തു. പിന്നെ പാത്രങ്ങൾ കഴുകി വെച്ച് അവിടെ നിന്ന് കിട്ടിയൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ കുടിവെള്ളവും എടുത്ത് മുകളിലെ മുറിയിൽ ചെന്ന് കിടന്നു. ആ വീട്ടിലെ മൂകത അവളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഏകദേശം അരമണിക്കൂറോളം കഴിഞ്ഞപ്പോൾ ആരോ പടി കയറി വരുന്ന ശബ്ദം കേട്ടപ്പോൾ അത് ഇരട്ടിച്ച്. ഡോറ് തുറന്ന് അകത്ത് കയറി കിഷോറിനെ കണ്ടപ്പോഴാണ് അവൾക്ക് സമാധാനമായത്. അവനൊന്നും മിണ്ടാതെ ടൗലും എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. കുളി കഴിഞ്ഞു വന്ന ശേഷം അലമാര തുറന്ന് ഒളിപ്പിച്ചു വെച്ച മദ്യക്കുപ്പിയും ഗ്ലാസും എടുത്തു. മദ്യം ഗ്ലാസ്സിലേക്ക് പറന്ന് അവൾ കൊണ്ടുവച്ച ബോട്ടിൽ നിന്ന് വെള്ളമൊഴിച്ച് ഒറ്റവലിക്ക് കുടിച്ച്. നിനക്ക് മൊബൈലൊന്നുമില്ലേ? അവൾ മിണ്ടിയില്ല. അവൻ തന്റെ ഫോണ് ബെഡിലിട്ടു. ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ വിളിച്ചോ? അവൾ അനങ്ങാതെ നിന്നേയുള്ളൂ. കിഷോർ കുറച്ച് മദ്യം കൂടി അകത്താക്കിയ ശേഷം ബോട്ടിലും ഗ്ലാസും പഴയ സ്ഥലത്ത് വെച്ച് അലമാര പൂട്ടി. പ്രണവ് ഡ്രഗ്സ് അടിക്കുന്ന കാര്യം ഞങ്ങൾക്കറിയില്ലായിരുന്നു. നീയായിട്ട് ബന്ധം തുടങ്ങിയ ശേഷം ഞങ്ങളോടൊന്നും പറയാറില്ല. പെട്ടെന്ന് അവൻ പോയപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. എനിക്ക് നഷ്ടപ്പെട്ട അത്രയ്ക്ക് വിലപ്പെട്ടതാ.
അവൻ്റെ മരണത്തിന് കാരണക്കാരിയെ നീ സന്തോഷത്തോടെ ജീവിക്കരുതെന്ന വാശി മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. കിഷോർ ബെഡ്ഷീറ്റും തലയിണയും എടുത്തു. ഇതൊക്കെ അന്നും നിന്നോട് ഏറ്റുപറഞ്ഞ, എന്നിട്ടും വീണ്ടും പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. എടുത്തിയാടി ഞാനൊരു തീരുമാനമെടുത്തതിൻ്റെ ഫലമാണ് നിന്റെ ജീവിതം ഇങ്ങനെ ആയത്. നീ അത് ആവർത്തിക്കരുത്. ഇനി എന്നോട് പ്രതികാരം ചെയ്തേ തീരുന്നാണെങ്കിൽ അതിന് ആത്മഹത്യ വേണമെന്നില്ല. എന്നെ അങ്ങ് കൊന്നേക്ക്. ഞാൻ ചത്താൽ ദുഃഖിക്കാൻ അധികം ആളുകളൊന്നുമില്ല. ചത്ത് കിടക്കുമ്പോഴും ആരും എന്നെക്കുറിച്ച് നല്ല പറയുന്നില്ല. കാരണം ഞാൻ അത്രയ്ക്ക് നല്ലവനൊന്നല്ലായിരുന്നു. അത് പറഞ്ഞപ്പോഴേക്കും കിഷോറിന്റെ കണ്ണുകളിൽ നനവ് പടർന്നു. കിടന്നോ, ഒരാഴ്ചക്കുള്ളിൽ തൃശ്ശൂരിൽ ജോലി ശരിയാവും. കുറച്ച് സാവകാശം കിട്ടിയാ നിന്റെ വീട്ടുകാരുടെ കാല് പിടിച്ചിട്ടായാലും പ്രശ്നങ്ങൾ ഞാൻ തീർത്തോളാം. അവൻ ബാൽക്കണിയിലേക്ക് ഇറങ്ങി ഡോറടച്ചു. കുറച്ചു നേരത്തിന് ശേഷം അനഘ ബെഡിലിരുന്ന് അവന്റെ മൊബൈൽ എടുത്തു. സ്ക്രീനിൽ നിറഞ്ഞ ചിരിയോടെ 4 സംഘത്തിന്റെ ഫോട്ടോ. അതിൽ കിഷോറിന്റെ കഴുത്തിലൂടെ കൈ ചുറ്റിപ്പിടിച്ചു നിൽക്കുന്ന പ്രണവിനെ കണ്ടപ്പോൾ അവളുടെ ഹൃദയത്തിലൊരു വേദന പൊട്ടിമുളച്ച്. ഫോൺ മാറ്റിവെച്ച് ബെഡിൽ കമിഴ്ന്നു കിടന്ന് അവൾ ശബ്ദമില്ലാതെ കരഞ്ഞു തുടങ്ങി. രാവിലെ എഴുന്നേറ്റ് കമൽ അടുക്കളയിലെത്തിയപ്പോൾ അനഘ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവരവളെ ഗവനിക്കാതെ ഫ്രിഡ്ജ് തുറന്ന് പച്ചക്കറികളെടുത്ത് കഴുകി. ഞാൻ ചെയ്തോട്ടെ? അനഘ പതിയെ ചോദിച്ചു. വേണ്ട, എടുത്തടിച്ച പോലെ അവർ പറഞ്ഞു. പിന്നെ ഏതാനും നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം പച്ചക്കറികളും ചോപ്പിംഗ് ബോർഡും കത്തി അവരുടെ മുന്നിലേക്ക് വെച്ചു. സാമ്പാറിനുള്ളതാ, അറിയാമോ? അനഘ തലയാട്ടി. പിന്നെ പതിയെ ജോലി തുടങ്ങി. ഇന്നലെ രാത്രി ഒരു പോള കണ്ണടച്ചിട്ടില്ല. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും നിർത്താതെയുള്ള ഫോൺ വിളിയായിരുന്നു. പൊന്നുമോനെ ഏതോ പെണ്ണിനെയും വിളിച്ചിറക്കി കൊണ്ടുവന്ന കാര്യം എല്ലാവരും അറിഞ്ഞു. കമല ഗ്യാസ് അടുപ്പ് ഓൺ ചെയ്ത് സ്റ്റീൽ പാത്രത്തിൽ വെള്ളമെടുത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. ഇന്നേ വരെ ആരുടെ മുമ്പിൽ തലകുനിച്ചിട്ടില്ലാത്ത ആളാ അവൻ്റെ അച്ഛൻ. ആ മനുഷ്യൻ ഓരോരുത്തരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതെ പതർന്ന് എനിക്ക് കാണേണ്ടി വന്നു. ഇതിൽ പരം എന്ത് ഭാഗ്യ മാതാപിതാക്കൾക്ക് വേണ്ടത് അല്ലേ? അനഘക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ആരെന്ത് ചോദിച്ചാലും ഒന്നും പറയതെന്ന കിഷോറിന്റെ വാക്കുകൾ അവൾക്ക് ഓർമ്മ വന്നു. തലയിലെഴുത്ത് തൂത്താ പോവില്ലല്ലോ. ഇതൊക്കെ അനുഭവിച്ച് ചാവാനായിരിക്കും ഞങ്ങളുടെ യോഗം. എന്നാലും സാരമില്ല, നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കേ. അവർ കണ്ണുനീർ തുടച്ചു. ഞങ്ങൾ പഴയ ആൾക്കാരാ, അപ്പം ചിന്താഗതിയും പഴയതായിരിക്കും. ഇതൊക്കെ ഉൾക്കൊള്ളാൻ കുറേ സമയമെടുക്കും. അതുവരെ കാത്തിരിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ താമസിക്കാം. ഇനി അതല്ല, ഭാര്യയ്ക്കും ഭർത്താവിനും തനിച്ച് പോകണമെങ്കിൽ അതും ആവാം. ഞങ്ങളായിട്ട് ഇറക്കി വിടില്ല. മോനെ മര്യാദക്ക് വളർത്താൻ പറ്റാത്തവരെന്ന ചീത്തപ്പേര് പണ്ടേ ഉണ്ട്. വന്നു കയറിയ പെണ്ണിനെ കൂടി പുറത്താക്കിയെന്ന് കൂടി കേൾപ്പിക്കാൻ വയ്യ. ഒരു കപ്പ് കോഫി ഉണ്ടാക്കിയെടുത്ത ശേഷം അവർ അടുക്കള വിട്ടിറങ്ങി. രാജേന്ദ്രൻ ബാത്റൂമിലായിരുന്നു. കോഫി മേശപ്പുറത്ത് വെച്ച് അവർ ഡോറിന്ന് മുറ്റത്തേക്ക് ചെന്നു. അവിടമൊക്കെ വൃത്തിയായി കിടക്കുന്നുണ്ട്. അവർ അമ്പരന്നു. ചേച്ചിയെ, പുതിയ മരുവൾക്ക് ഉറക്കൊന്നുമില്ലേ? ആദ്യം അന്നത്തെ ന്യൂസ് പേപ്പറും അതിന്റെ പുറകെ ചോദ്യം അങ്ങോട്ട് പറഞ്ഞെത്തി. ഗേറ്റിന് വെളിയിൽ റാഫിയായിരുന്നു, ആ ഭാഗത്ത് പത്രമിടുന്നയാൾ. അതെന്താടാ നീ അങ്ങനെ ചോദിച്ച്? ഞാൻ പത്രം എടുക്കാൻ കവലിയിൽ പോകുമ്പോൾ ആ കൊച്ചു മുറ്റടിക്കായിരുന്നു. ഈ നാട്ടിൽ ഇത്രയും നേരത്തെ എഴുന്നേൽക്കുന്ന പെണ്ണുങ്ങളൊന്നുമില്ലല്ലോ. കമല സമയം കണക്കൂട്ടി നോക്കി. 4 മണിക്കാണ് റാഫി സാധാരണ കവലയിലേക്ക് പോവാറ്. എന്തായാലും ചെലവുണ്ട് കേട്ടോ. അവരെന്തെങ്കിലും മറുപടി പറയും മുമ്പ് റാഫി സൈക്കിൾ മുന്നോട്ടെടുത്തു. കമല പത്രവുമായി മുറിയിലെത്തിയപ്പോൾ രാജേന്ദ്രൻ കട്ടിൽ ചാരിന്ന് കോഫി കുടിക്കുകയായിരുന്നു. അവർ പത്രം അയാൾക്ക് നൽകി. ഇത്ര പെട്ടെന്ന് മുറ്റടിച്ചു കഴിഞ്ഞോ? അതൊക്കെ ആ കുട്ടി ചെയ്തു. ആര്? നിന്റെ മരുമോളോ? അയാൾ പത്രം നിർത്തിക്കൊണ്ട് ചോദിച്ചു. പുത്തനച്ചി പുരപ്പുറം തൂക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ നിന്റെ മോന്റെ കോച്ചിങ് ആയിരിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് ആവശ്യമായ ഒന്നും അവളെ കൊണ്ട് ചെയ്യിച്ചേക്കരുത്. നിന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ ജോലിക്കാരി വെച്ചേക്കാം. കമല ഡോറടച്ച് അയാളുടെ അരികിൽ വന്നിരുന്നു. രാജേട്ടാ, പറയുന്നത് ദയവ് ചെയ്തൊന്ന് കേൾക്ക്. എനിക്ക് നിങ്ങളെക്കാൾ വിഷമവും ദേഷ്യമൊക്കെ ഉണ്ട്. പക്ഷെ ഇത് നമ്മൾ അംഗീകരിച്ചല്ലേ പറ്റൂ. വിളിച്ചിറക്കി കൊണ്ടുവന്നാണെങ്കിലും നമ്മുടെ മോൻ്റെ ഭാര്യ അവൾ. ആ സ്ഥാനം കൊടുക്കണം. കഴിഞ്ഞു. ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് നോക്കാം. സ്ഥാനം നീ കൊടുത്തോ? എനിക്ക് കഴിയില്ല. അയാൾ എഴുന്നേറ്റ് മുണ്ട് മുറുക്കിയെടുത്തു. പിന്നെ ഷർട്ടിട്ട് മുടി ചീകി. അച്ഛനും അമ്മക്കും പുല്ലുവിലേൽപ്പിച്ചുകൊണ്ട് അവനെടുത്ത തീരുമാനം ഇത്. അത് അംഗീകരിക്കാൻ വേറെ ആളെ നോക്കണം. നീ ഇന്നലെ അത്രയും കെഞ്ചി പറഞ്ഞോണ്ടാ ഞാൻ രണ്ടിനെയും ചവിട്ടി പുറത്താക്കാഞ്ഞ്. ഇതെന്റെ വീടാ. അയാൾ തന്റെ സ്കൂട്ടറിന്റെ കീയും മൊബൈലും എടുത്ത് അവര് നോക്കി. അവൾ അവന്റെ ഭാര്യ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ടോടി? കഴുത്തിൽ താലി നീ കണ്ടോ? നെറ്റിയിൽ സിന്ദൂരം കണ്ടോ? ഓട്ടെ, ഒരു വിവാഹമോതിരെങ്കിലും കണ്ടിരുന്നോ? വളർത്തി വലുതാക്കിയ മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ ചവിട്ടിയരച്ച് നിന്റെ മോന്റെ കൂടെ ഇറങ്ങി വന്നത് ആ പെണ്ണ് 2 എണ്ണം അനുഭവിക്കാൻ പോകുന്നേയുള്ളൂ. അത് അവരുടെ വിധി. നിന്റെ മോൻ എഴുതിത്തള്ളി എനിക്ക് അവൻ പെണ്ണ് കെട്ടിയാലോ പെണ്ണ് കേസിൽ പിടിക്കപ്പെട്ടാലോ ഒരു ചുക്കുമില്ല. പക്ഷെ ആ പേരിൽ ഒരാൾ ഈ മുറ്റത്തേക്ക് വരരുത്. വന്നാ അന്ന് നിന്റെ മോൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം. പിന്നെ ഞാൻ ചത്ത കൊള്ളി വെക്കാൻ പോലും ഇങ്ങോട്ട് വരരുത്. അത്രയും പറഞ്ഞ ശേഷം രാജേന്ദ്രൻ പുറത്തേക്ക് നടന്നു. കാത്തിരിക്കാം ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തുക.